Majestic name of our Lord and Savior Jesus Christ. ഇന്ന് നമ്മൾ എല്ലാ സാറ്റർഡേയിലും പോലെ നമുക്കൊരു സബ്ജക്റ്റ് കാണും. ആ സബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മളത് ഗസ്റ്റ് വന്ന് അല്ലെങ്കിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ആ സബ്ജക്റ്റുമായി നമുക്കുള്ള ഡൗട്ടുകൾ ചോദിക്കുക. ആ ഉള്ള ഡൗട്ടുകളിൽ അവർ നമ്മളെ വരുന്ന ഗസ്റ്റ് ക്ലിയർ ചെയ്യുക. ഇതാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ബിക്കോസ് ഇത് ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ ബേസിക്കലി എനിക്കും ഈ സബ്ജക്റ്റുമായി കുറെ കാര്യങ്ങൾ പഠിച്ചപ്പോഴൊക്കെ എനിക്കും കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റ് ആണിത്. കാരണം ഇഫ് എല്ലാം ഇങ്ങനെ പ്രീഡെസ്റ്റിൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ മുൻ നിയമിക്കപ്പെട്ടതാണെങ്കിൽ നമുക്ക് ചിലയിടത്തൊക്കെ പറയത്തില്ലേ ഇറ്റ് ഈസ് അവർ ഫ്രീ വിൽ. ഫ്രീ വിൽ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉപയോഗം? അല്ലെങ്കിൽ ഒരു ബൈബിളിൽ ഓരോ ഇതെടുത്ത് നോക്കുമ്പോൾ ഇന്ന ആളുടെ ലൈഫ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ജേക്കബും ഏശാവും, യാക്കോബും ഏശാവിന്റെയും കാര്യത്തില് നമ്മൾ എപ്പോഴും വിചാരിക്കും അല്ലെ, എന്തുകൊണ്ട് ദൈവം അങ്ങനെ ജേക്കബിനെ തെരഞ്ഞെടുത്തു? ബിക്കോസ് നമ്മൾ ഓരോ ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജേക്കബ് പുറത്തു വരുന്നതിന് മുമ്പേ പറഞ്ഞു, ഓക്കെ ചേട്ടനെ അനിയൻ വാഴും. ബോൺ ആവുന്നതിന് മുമ്പുള്ള ഇതിലും എല്ലാം എന്താ പറയാ, എവ്രിവെയർ വി ക്യാൻ സീ ഏശാവ് എന്ന് പറയുന്ന വ്യക്തി കുറച്ചൊരു ഡൗണും ജേക്കബ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫേവേർഡ് ചെയ്തൊരു വ്യക്തിയായിട്ടാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ദൈവം പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? അല്ലെങ്കിൽ ഇന്ന ആളുടെ ലൈഫിൽ ഇപ്പം ദൈവത്തിന് ജൂതനെ കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ദൈവം അതിലൊന്നും പറഞ്ഞില്ല? അല്ലെങ്കിൽ അങ്ങനെ കുറെ ഡൗട്ടുകൾ വരാറുണ്ടല്ലേ. ഇതെല്ലാം മുന്നമേ നിയമിക്കപ്പെട്ട, മുന്നമേ പ്ലാൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ലൈഫ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കും. ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, എനിക്ക് ഇതുമായി സംബന്ധിച്ച കുറെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പം എനിക്കും തോന്നി ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ബൈബിളിൽ ഇത് എന്തുകൊണ്ട് നമ്മൾ കാണാറില്ല, നമ്മളെ എന്തുകൊണ്ട് പഠിപ്പിക്കാറില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്, പ്രീഡെസ്റ്റിനേഷൻ. അപ്പം നമുക്ക് ഇന്ന് എന്താണ് പ്രീഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ബൈബിളിൽ എന്തുകൊണ്ട് ഇങ്ങനെ പാർഷ്യൽ ആണോ, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഒരാളോട് പോയി ദൈവവചനം പറയുമ്പം അവർ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പം ലെറ്റ്സ് ഹിയർ വാട്ട് ഇറ്റ് ഇസ്. ബിഫോർ ദാറ്റ് ഇന്നത്തെ ഗസ്റ്റിനെ ഞാൻ വിളിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പാസ്റ്റർ ഫിന്നിസി യോഹന്നാൻ ആണ്. പാസ്റ്റർ, വെൽക്കം ടു ദ സെഷൻ. താങ്ക്സ് ഫോർ ജോയിനിങ്. ഇപ്പം ഇന്നത്തെ സെഷൻ അല്ല, ഞാനിപ്പം കുറച്ച് നാളായിട്ട് ചിന്തിക്കുകയാണ്, നമ്മളിപ്പം ഈ ലെറ്റ്സ് ടോക്ക് ബൈബിളിന്റെ എല്ലാ സെഷൻസും തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് നമ്മൾ പറയുന്ന ദൈവവചനം അത് ഒരു വ്യക്തിക്കെങ്കിൽ ഒരു വ്യക്തിക്ക് അതൊരു എന്താ പറയുക, അത് മനസ്സിലാക്കുകയും അത് അവരുടെ ഉള്ളിലേക്ക് ചെല്ലുവാനും ഹൃദയത്തോടെ ഇടപെടാനും ഇടയാവട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ വിത്ത് എ പ്രേയർ. പാസ്റ്റർ പ്ലീസ്. താങ്ക് യു ജീസസ്. ലെറ്റ് us pray. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായ സ്തോത്രം. സ്റ്റെഫി ജിലേഷിനോടൊപ്പം ലെറ്റ് us ടോക്ക് ബൈബിൾ എന്ന ഈ ടോക്ക് ഷോയിലൂടെ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തൊട്ട് ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. ഞങ്ങളെ ഈ ഷോ ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങൾ ബെനഡിക്ഷൻ പറയുന്ന സമയം വരെയും പ്രത്യേകമാകുന്ന അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകളുടെ പേരിൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണം. ഞങ്ങളുടെ കേൾവിക്കാർക്ക് അവരുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുവാൻ കാരണമായി തീരണം. ഈ ഷോയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. ഇതിൻ്റെ എല്ലാ സിസ്റ്റവും നെറ്റ്വർക്കും എല്ലാം യേശുവിൻ്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കിക്കാട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. അപ്പം ഞാൻ ഇന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പം ദൈവത്തോട് കൂടുതൽ മീൻസ് ഇങ്ങനെ ദൈവവചനം പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തോടെ വരുമ്പം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ വായിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ഇപ്പം ഫ്രം ദ ബിഗിനിങ് കുറെ കാര്യങ്ങൾ ദൈവത്തിന് ഇതൊക്കെ നേരത്തെ അറിയാമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചിലർ നമ്മളോട് ചോദിക്കാറില്ലേ, നമ്മളോട് അത്രയും സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ഇത് നമ്മുടെ ലൈഫിൽ വരുന്നു, ഇതൊക്കെ ദൈവത്തിന് അറിയത്തില്ലേ, അറിഞ്ഞിട്ടും ദൈവം നിങ്ങളോട് മുന്നമേ പറയണ്ടേ അല്ലേ എന്നൊക്കെ ചോദിക്കാറില്ലേ? എന്താണ് അതിനുള്ള മറുപടി? സോ സ്റ്റെഫിയുടെ ക്വസ്റ്റ്യൻ എന്തോ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് നേരത്തെ പറയാത്തതെന്നാണോ അതിൻ്റെ ചോദ്യം?
നേരത്തെ പറയാത്ത സെൻസ് ഇതെല്ലാം ദൈവം ഒരു പ്രീഡിസ്റ്റിൻഡ് ആണെങ്കിൽ, ഇതെല്ലാം മുന്നമേ അറിയാം, ഇതെല്ലാം മുന്നമേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് let me clarify it. What do you meant by when saying that everything is planned? എന്തുവാ അതെന്തോ സ്റ്റെഫി ഉദ്ദേശിച്ചത്? എന്തോ എല്ലാം പ്ലാൻഡ് ആണെന്നുള്ളതിന് ഉദ്ദേശിച്ചത് എന്തുവാ? കാരണം ഞാൻ ബൈബിളിൽ കുറെ ഇടത്ത് കണ്ടു പ്രീഡിസ്റ്റിൻ, ഇതെല്ലാം മുന്നമേ കണ്ടു അല്ലെങ്കിൽ മുന്നമേ നിയമിക്കപ്പെട്ടു. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ യാക്കോബും ഏശാവും. അപ്പം ഏശാവും യാക്കോബും അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ, നമ്മൾ കുറെ വാക്യത്തിൽ കണ്ടല്ലോ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ, പിണ്ടാകാരമായിരുന്നപ്പോഴും ഞാൻ നിന്നെ കണ്ടു. നിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. ശരി, സ്റ്റെഫിയുടെ ആ ഒരു, വേണമെങ്കിൽ പറയാം സ്റ്റെഫിക്ക് മാത്രമല്ല സ്റ്റെഫിയെ പോലുള്ള ഒത്തിരി പേരുടെ ആ ഒരു കൺഫ്യൂഷൻ്റെ കാരണം തന്നെ ഈ വാക്കുകളെയൊക്കെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് എക്സാക്ട്ലി വാട്ട് ഈസ് പ്രീ ഡെസ്റ്റിനേഷൻ. പ്രീ ഡെസ്റ്റിനേഷൻ എന്താ നമുക്ക് പഠിക്കണം. പിന്നെ യാക്കോബും യേശാവും, ആ പറഞ്ഞ റോമൻസ് ചാപ്റ്റർ 9 അല്ലെങ്കിൽ മലാഖിയുടെ പുസ്തകത്തിലെ ആ വാക്യം, മലാഖിയുടെ പുസ്തകത്തിലെ വാക്യമാണ് പൗലോസ് കോട്ട് ചെയ്തത്. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് എന്തുവാ, ഇത് എന്തിനെക്കുറിച്ചാണെന്ന് പറയുന്നത് പഠിക്കണം. നമ്മൾ ഒറ്റ വായനയിൽ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ ആകും. എന്നാൽ പശ്ചാത്തലം അറിഞ്ഞ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ആകത്തില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എന്താ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷനും കാരണമില്ല. ഒന്നാമത്തെ ചോദ്യം, എന്താ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രീ ഡെസ്റ്റിനേഷൻ്റെ തിയോളജി, അതിൻ്റെ ഡോക്ട്രിന്, അത് രൂപപ്പെട്ടത് ഉണ്ടായതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. നമുക്കറിയാമല്ലോ, ഈ മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. റിഫോർമേഷൻ ഉണ്ടായി. മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണത്തിന് ശേഷം അനേക ആളുകൾ പിന്നെയും വേദപുസ്തകമൊക്കെ പഠിച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹിസ്റ്ററിയിലെ വന്ന ഒരു വ്യക്തിയാണ് ആഫ്റ്റർ മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറിന് ശേഷം വന്നൊരു വ്യക്തിയാണ് ജോൺ കാൽവിൻ എന്ന് പറയുന്നൊരു വ്യക്തി. ജോൺ കാൽവിൻ ഈ ഇപ്പോൾ സ്റ്റെഫി പറഞ്ഞ പ്രീ ഡെസ്റ്റിനേഷൻ എന്നുള്ള പദങ്ങളൊക്കെ വരുന്ന വേദപുസ്തക വാക്യങ്ങളൊക്കെ എടുത്തിട്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിലുണ്ട്, റോമാലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങളിലുണ്ട്. ഈ വാക്യങ്ങളൊക്കെ എടുത്തിട്ട് ജോൺ കാൽവിൻ അദ്ദേഹത്തിൻ്റെതാകുന്ന ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് പ്രീ ഡെസ്റ്റൈൻഡ്, എവറിത്തിങ് ഈസ് പ്രീ ഡെസ്റ്റൈൻഡ്. ദൈവം എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ആരെയൊക്കെ തിരഞ്ഞെടുക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുക. ഇതായിരുന്നു ജോൺ കാൽവിൻ്റെ ആ ഡോക്ടറിൻ്റെ ഒരു സാമാന്യ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു എക്സ്പ്ലനേഷൻ. എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വളരെ ലളിതമായിട്ട് പറഞ്ഞത്. അപ്പോൾ ജോൺ കാൽവിൻ പറഞ്ഞത് എന്താ? ദൈവം എല്ലാം ഡിസൈഡ് ചെയ്തിരിക്കുക. ആരൊക്കെ രക്ഷിക്കപ്പെടും, ആരൊക്കെയാണ് എലക്റ്റഡ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാരാണ്, അല്ലേ? അവരെല്ലാം ദൈവം നേരത്തെ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെയാണ് നരകത്തിൽ പോകാനുള്ളവർ അല്ലെങ്കിൽ നിത്യത നഷ്ടപ്പെടാനുള്ളവർ, അതും ഡിസൈഡഡ് ആണ്. അപ്പം ഒരു വലിയ ചോദ്യം ഉണ്ടാകുന്നു. ഈ ഒരു വാക്ക് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വായിച്ചൊരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ നമ്മുടെ ആഡ്സ് 13:48 പറയുന്നൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആക്ട്സ് 13:48 പറയുന്നുണ്ട്, മുൻനിയമിക്കപ്പെട്ടവരെല്ലാം വിശ്വസിച്ചു. അതായത് ദോസ് ഹു ആർ സെലക്റ്റഡ്, പ്രീഡിറ്റർമിൻ ചെയ്തവരെല്ലാം വിശ്വസിച്ചു. അപ്പൊ ഒരു സെറ്റ് ഓഫ് അത് നമ്മൾ ശരിക്കും ആ ഒരു വാക്ക് ഇതെല്ലാം സ്റ്റെഫി പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്യങ്ങളുമായിട്ടെല്ലാം ചേരുന്ന ഒരു വാക്യം തന്നെയാണ്. യു ആഡഡ് വൺ മോർ വേർഡ്സ്. ഓരോ വാക്യം കൂടെ നമ്മൾ ഈ പറഞ്ഞ കാൽവിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്യം കൂടെ സ്റ്റെഫി ആഡ് ചെയ്തു, അല്ലേ? അപ്പൊ അതാണ് സ്റ്റെഫി ചെയ്തത്. അത് വായിച്ചപ്പോൾ എനിക്കും ഇങ്ങനെ തോന്നി. അപ്പൊ ഇനി കേൾക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് കാൽവിൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ഒരു ഡോക്ടറിനെ പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവം പ്രീ ഡെസ്റ്റൈൻ ചെയ്തിരിക്കുക. എന്നാൽ കാൽവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അനദർ തിയോളജിൻ, വി ക്യാൻ സേ അനദർ ഫോളോവർ, തിയോഡർ ബസെ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. തിയോഡർ ബസെ വന്നിട്ട് ഈ കാൽവിൻ പഠിപ്പിച്ച കാര്യങ്ങളെയൊക്കെ ഒന്ന് സ്ട്രക്ചർ ചെയ്തു. അങ്ങനെ തിയോഡർ ബസെ ആണ് ശരിക്കും കാൽവിൻ്റെ ഡോക്ടറിനെ പിൽക്കാലത്ത് നമ്മൾ കാൽവിനിസം എന്നറിയപ്പെടുന്ന ഒരു ഡോക്ടറിനാക്കി രൂപപ്പെടുത്തിയത്. കാൽവിൻ മരിക്കുന്നിടം വരെ കാൽവിൻ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. കാൽവിൻ സത്യത്തിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണെന്നറിയാമോ? പ്രീ ഡെസ്റ്റിനേഷൻ അല്ല.
കാൽവിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഗ്രേസ് ആയിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ മേഴ്സി, ദൈവത്തിൻ്റെ കൃപ. അതിനെക്കുറിച്ചാണ് കാൽവിൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കാൽവിന് ശേഷം വന്ന തിയോഡർ ബസയുടെ ഒരു പഠിപ്പീരനുസരിച്ച് കാൽവിൻ്റെ ഡോക്ടറിനെ എടുത്തിട്ട് അദ്ദേഹം അതിനെ രൂപപ്പെടുത്തിയിട്ട് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന ഡോക്ടറിന് എംഫസൈസ് കൊടുത്ത് അതിനെ കാൽവിനിസം എന്ന് പേര് വിളിച്ച് പിൽക്കാലത്ത് കാൽവിനിസം എന്ന് പറയുന്ന ഒരു ശക്തമായ വിഭാഗമുണ്ടായി. ഈ കാൽവിനിസത്തെ റിഫോംഡ് തിയോളജി എന്നും വിളിക്കാറുണ്ട്. റിഫോംഡ് തിയോളജി, നവീകരിക്കപ്പെട്ട തിയോളജി. ആ തിയോളജിയുടെ സത്ത എന്താ? ആ തിയോളജിയുടെ ആകത്തുക എന്താ? ദൈവം എല്ലാം ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. മുമ്പേ സ്റ്റെഫി പറഞ്ഞ പോലെ എവറിത്തിങ് ഇസ് പ്ലാൻഡ്. ദൈവത്തിന് ഒരുത്തൻ രക്ഷിക്കപ്പെടും, ദൈവം നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെടും. ഒരുത്തൻ നരകത്തിൽ പോകുന്ന ദൈവം ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിൽ പോകും. അതിന് നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും അവൻ നരകത്തിൽ പോകും. ഇതാണ് പിൽക്കാലത്ത് കാൽവിനിസത്തെ ആ ഒരു കണ്ണോടുകൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെത്രമാത്രം ശരിയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ കാൽവിനിസം പഠിപ്പിച്ച ഈ പ്രീ ഡെസ്റ്റിനേഷൻ ശരിയായിരുന്നുവോ? ഞാൻ ഇനിയൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന പദം വേദപുസ്തകത്തിലുള്ള പദമാണ്. സോ ഇറ്റ്സ് എ ഡോക്ട്രിൻ ഇൻസൈഡ് ദ ബൈബിൾ ഇറ്റ്സെൽഫ്. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന ഡോക്ട്രിനെ നമുക്ക് എതിർക്കാൻ ഒക്കത്തില്ല. കാരണം അത് വേദപുസ്തകത്തിൻ്റെ അകത്ത് അതുണ്ട്. അത് വേദപുസ്തകത്തിൻ്റെ അകത്തുള്ള കാര്യമാണ്. അപ്പോൾ പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഉണ്ട്, പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ട്. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന ഡോക്ടറിൻ തെറ്റല്ല. അപ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം സ്റ്റെഫി ഇപ്പോൾ കുറേ വാക്യങ്ങൾ പറഞ്ഞില്ലേ, ആ വാക്യങ്ങളെപ്പോലെ തന്നെ ഫ്രീ വില്ല് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. ഫ്രീ വില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇത് സംഭവിക്കുന്നത്? പ്രീ ഡെസ്റ്റിനേഷൻ ഒരു സൈഡിൽ വരുന്നു, പ്രീ ഡെസ്റ്റിനേഷൻ ഒരു സൈഡിൽ വരുന്നു, ഫ്രീ വില്ല് വേറൊരു സൈഡിൽ വരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണോ? അപ്പോൾ നമുക്കിങ്ങനെ പറയാം, today's topic is not exactly predestination. We are planning to discuss predestination versus free will. രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ പ്രീ ഡെസ്റ്റിനേഷൻ നിൽക്കുന്നു, ഒരു സൈഡിൽ ഫ്രീ വില്ല് നിൽക്കുന്നു. എന്താ ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ? ഫ്രീ വില്ലിൻ്റെ ഡോക്ടറിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനുള്ള അനുവാദം ദൈവം തന്നിരിക്കുന്നു. ഫ്രീ വില്ല് നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വലിയ ലിസ്റ്റാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദമിനെ ഹവയും തോട്ടത്തിലാക്കിയിട്ട് ദൈവം എന്താ പറഞ്ഞത്? തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ തിന്നണോ വേണ്ട എന്നുള്ള ഡിസിഷൻ ആരുടേതാണ്? ആദത്തിൻ്റെ ഹവയുടെയാണ്. ശരിയല്ലേ? അപ്പം അപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ദൈവത്തിന് അറിയാമെങ്കിൽ അങ്ങനെ നടുക്കുകൊണ്ട് വെക്കാതെ എവിടെയെങ്കിലും അവിടെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇനി മനസ്സിലാക്കേണ്ട രണ്ട് പ്രത്യേക പദങ്ങളുണ്ട്. പ്രീ ഡെസ്റ്റിനേഷനും ഫ്രീ വില്ലും എന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ രണ്ട് പദങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, എന്തുകൊണ്ട് ദൈവത്തിന് പ്രീ ഡെസ്റ്റിൻഡ് ആണ്, എന്താ സംഭവിക്കുന്നുള്ളത് ദൈവത്തിന് എന്തുകൊണ്ട് അറിയാം? ഇത് ഒന്നാമത്തെ ചോദ്യം. ഇതൊന്ന് കേട്ടോണേ. ദൈവത്തിന് മാത്രമുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്, വേറെ ആർക്കും അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ആ ക്വാളിറ്റി ഇല്ലെങ്കിൽ ദൈവത്തിന് ദൈവം ആകാൻ പറ്റത്തില്ല, ദൈവത്തെ ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പ്രധാനമായിട്ടും 3 ക്വാളിറ്റിയാണ് ദൈവത്തിന് മാത്രമുള്ള ക്വാളിറ്റി. 3 ഒത്തിരി അധികം ക്വാളിറ്റീസ് ഉണ്ട്, ദൈവത്തിന് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന്, ഗോഡ് ഈസ് ഒംനിപൊട്ടന്റ്. ദൈവം സർവശക്തനാണ്. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ശക്തന്മാർ ഭൂമിയിലുണ്ട്, പക്ഷെ സർവശക്തൻ എന്ന് വിളിക്കാൻ ക്വാളിറ്റി ഉള്ളത് ദൈവം മാത്രമാണ്. രണ്ടാമത്തെ ക്വാളിറ്റി, ദൈവം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപി എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒരേ സമയത്ത് എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളതുപോലെ തന്നെ മസ്കറ്റിലുമുണ്ട്, അതുപോലെ തന്നെ സ്വർഗത്തിലുമുണ്ട്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്തും ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, അതാർക്കും പറ്റത്തില്ല. സാത്താൻ പോലും സർവ്വവ്യാപിയല്ല. സാത്താൻ ഊടാടി സഞ്ചരിക്കുക. സാത്താൻ ഒരു സമയത്ത് 2 സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല. സാത്താൻ ഊടാടി സഞ്ചരിക്കുന്നതെന്ന് പറയുന്നതിന് കാരണം അത് അവൻ സർവ്വവ്യാപിയല്ല. മൂന്നാമത്തെ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് സർവജ്ഞാനം. എന്താണ്? ഒംനീഷ്യൻ എന്ന് പറയും. ഒംനിപൊട്ടൻറ്റ്, ഒംനിപ്രസൻറ്റ് ആൻഡ് ഒംനീഷ്യൻ. ഒംനീഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സർവജ്ഞാനി. ദൈവത്തിനെല്ലാം അറിയാം. ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുക, ദൈവമേ നിനക്കിത് അറിയാമോ എന്ന് ചോദിച്ചാൽ ദൈവം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവമല്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോ? ഇപ്പോൾ എൻ്റെ ചോദ്യം, കർത്താവേ സ്റ്റെഫി സ്വർഗത്തിൽ പോകുമോ?
അപ്പം ദൈവം പറയാ, എനിക്കത് അറിയത്തില്ല കേട്ടോ, കാരണം ഞാനത് സ്റ്റെഫിയുടെ ഫ്രീ വില്ലിന് വിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ല. കാരണം ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് അറിയാത്തൊരു കാര്യവുമില്ല, അവൻ സർവജ്ഞാനിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ദൈവം പ്രീ ഡെസ്റ്റൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവം പ്രീ ഡിറ്റർമിൻ ചെയ്തെന്നല്ല അർത്ഥം. You know what is the difference between that particular words, predestined and predetermined? Predestined എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിന് അറിയാം, ദൈവത്തിന് അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ട്. He foreknows it. അവന് മുൻപേ തന്നെ അറിയാം. എന്തുകൊണ്ടറിയാം? ദൈവമായതുകൊണ്ടറിയാം, ദൈവം സർവജ്ഞാനി ആയതുകൊണ്ടറിയാം. അല്ലാതെ ദൈവം ഡിസൈഡ് ചെയ്തിരിക്കുകയല്ല. നാളെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. എന്തുകൊണ്ടറിയാം? ദൈവമായതുകൊണ്ട് ദൈവത്തിനറിയാം നാളെ ഫിന്നി എന്ത് ചെയ്യുന്നു. അതറിയത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ അറിവിന് കുറവുണ്ടെന്ന് വരുന്നു, ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിന് കുറവുണ്ടെന്ന് വരുന്നു. അപ്പോൾ ദൈവത്തെ ദൈവമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ദൈവത്തിന് ലിമിറ്റേഷൻ ഇല്ല, ദൈവത്തിൻ്റെ അറിവിന് കുറവില്ല. അതുകൊണ്ട് സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാത്ത ഒരു കാര്യവുമില്ല. ഈ ഭൂമിയിൽ എത്ര പേർ ജനിച്ചോ അവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ ലക്ഷ്യമെന്താണ്, അവരുടെ എറ്റേണിറ്റി എവിടെയാണ് അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ദൈവത്തിനറിയാം. ഇത് ദൈവത്തിൻ്റെ സർവജ്ഞാനമാണ്. രണ്ടാമത് വേറൊരു പദമാണ് ദൈവം സോവറീനാണ്, അല്ലെങ്കിൽ പരമാധികാരിയാണ്. ദൈവം പരമാധികാരിയാന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ അധികാരത്തിന് അപ്പുറമായിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ദൈവത്തിനറിയാം നാളെ എന്ത് സംഭവിക്കുന്നു, അതിനകത്ത് അവന് പരമാധികാരമുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു പദപ്രയോഗം. ഇനി മൂന്നാമത് ഫ്രീ വില്ലിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ. ഫ്രീ വില്ലിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്നറിയാമോ? ഫിന്നിയുടെ സ്വഭാവം ദൈവത്തിന് അറിയാം. യവനെ എത്ര അനുഗ്രഹം കൊടുത്താൽ, അനുഗ്രഹം എന്ന പദത്തിന് ഗ്രേസ് എന്ന പദം ഉപയോഗിക്കാം. ഞാൻ ഈ ഹിന്ദി ഉപയോഗിക്കുന്നത് കൊണ്ട് അനുഗ്രഹം എന്ന് പറയുന്നത്, ഹിന്ദിയിലെ കൃപ എന്ന പദം മലയാളത്തിലെ കൃപ എന്ന പദത്തിന് ഹിന്ദിയിൽ അനുഗ്രഹം എന്നാണ് പറയുന്നത്. ഭാഷയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എത്ര കൃപ കൊടുത്താലും ഫിന്നി നന്നാകത്തില്ലെന്ന് ദൈവത്തിനറിയാം. ഉദാഹരണം ഞാൻ പറയാം കേട്ടോ. പക്ഷേ ദൈവം ഇത് ഫിന്നിയോട് നേരത്തെ പറയത്തില്ല. എടാ എത്ര കൃപ കൊടുത്താലും നീ നന്നാകത്തില്ല എന്ന് എനിക്കറിയാമെന്ന് പറയത്തില്ല. മറിച്ച് എൻ്റെ മേൽ പിന്നെയും കൃപ തന്നുകൊണ്ടിരിക്കും. കൃപയുടെ വാതിൽ ഒരിക്കലും അടവ് വരുത്തത്തില്ല. ഇവൻ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് ദൈവം കൃപയുടെ സ്രോതസ് അടച്ചു വെക്കത്തില്ല. കൃപ കൊടുത്തുകൊണ്ടേയിരിക്കും, വഴി തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ദൈവത്തിന് പക്ഷേ അറിയാം ഞാൻ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നറിയാം. എന്തുകൊണ്ടറിയാം? ദൈവമായതുകൊണ്ടറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫ്രീ വില്ല് നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്, ദൈവമല്ല. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനറിയാം. എന്തുകൊണ്ടറിയാം? ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട്, ദൈവമായതുകൊണ്ട് ദൈവത്തിനറിയാം നമ്മൾ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ദൈവം ഒരിക്കൽ പോലും പ്രീ ഡിറ്റർമിൻ ചെയ്യത്തില്ല. പ്രീ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഫിന്നിയെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്, അവൻ സ്വർഗത്തിൽ പോകത്തില്ല, അങ്ങനെ ദൈവം ഡിറ്റർമിൻ ചെയ്യത്തില്ല. പക്ഷേ ദൈവത്തിനറിയാം ഞാൻ ഏതാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്, ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ആവർത്തന പുസ്തകത്തിലൊരു വാക്യമില്ലേ, അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ഈ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്, ഇന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തോ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. 2 ഓപ്ഷൻ മുമ്പിൽ വെക്കുകയാണ്. 2 ഓപ്ഷൻ മുമ്പിൽ വെച്ചിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളണം, ഏത് നിങ്ങൾ തീരുമാനിക്കും. അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ശാപം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതാരാ പറയുന്നത്? ദൈവമായി പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ആർക്ക് കൊടുത്തിരിക്കുക? നമുക്ക് തന്നിരിക്കുക. പക്ഷേ നമ്മൾ അനുഗ്രഹം തിരഞ്ഞെടുക്കുമോ ശാപം തിരഞ്ഞെടുക്കുമോ ഇതാർക്കറിയാം? ഇത് ദൈവത്തിനറിയാം. എന്തുകൊണ്ടറിയാം? മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് ദൈവത്തിനറിയാം നമ്മൾ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നറിയാം. ഇനി ദൈവത്തിൻ്റെ ആ അറിവ് മുൻകൂട്ടി നമുക്ക് വെളിപ്പെടുത്തി തരത്തില്ല. ഉദാഹരണത്തിന് രക്ഷിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ല, ദൈവത്തിന് അതറിയാം. ഇവൻ എത്ര വചനം കൊടുത്താലും ഇവൻ സ്വീകരിക്കത്തില്ല, അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം അവനോട് എന്നിട്ട് പറയത്തില്ല എനിക്കറിയാമടാ നീ എത്ര ശ്രമിച്ചാലും രക്ഷിക്കപ്പെടത്തില്ലെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ആ അറിവ് വെളിപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ആ വ്യക്തിക്ക് ദൈവത്തെ കുറ്റം പറയാൻ പറ്റും. ദൈവമേ നീ അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ പോകാഞ്ഞത് എന്ന് അവന് പറയാൻ പറ്റും. അതിന് സാധ്യതയില്ല. കാരണം അപ്പോഴും അവസരം ദൈവം അവന് കൊടുത്തിരിക്കുക, തിരഞ്ഞെടുക്കാനുള്ള അവസരം ദൈവം അവന് കൊടുത്തിരിക്കുക. അത് അവൻ്റെ ഡിസിഷനാണ്.
ഇതുകൊണ്ട് തന്നെയാണ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവം നേരത്തെ വെളിപ്പെടുത്താത്തത്. ദൈവത്തിന് അറിയാമെങ്കിലും ദൈവം മനുഷ്യനത് വെളിപ്പെടുത്തി കൊടുക്കാത്തത് അവന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്നു. എന്താ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെടാൻ തിരഞ്ഞെടുക്കുന്നു. ആർക്കും അതിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പ്രീ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ശരിയായൊരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവം ഡിസൈഡ് ചെയ്തിരിക്കുന്നതെന്നല്ല. അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. ദൈവത്തിന് അറിയാമെന്നാണ്. ശരിയായ ട്രാൻസ്ലേഷൻ എന്താണ്? ദൈവം തീരുമാനിച്ചു വച്ചിരിക്കുന്നു എന്നല്ല. ഗോഡ് നോസ് ഇറ്റ്. ദൈവത്തിന് അറിയാം. അപ്പോൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം എങ്ങനെ മനസ്സിലാക്കേണ്ടത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞു, അവിടുത്തെ തിരുവുള്ളത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ആ വാക്യങ്ങളൊക്കെ പൗലോസ് എന്തിനു വേണ്ടി എഴുതിയെന്നറിയാമോ? പൗലോസ് നമ്മുടെ മേൽ ചൊരിഞ്ഞ ദൈവത്തിൻ്റെ മഹാകരുണയെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടതാണ്, നമ്മെ അറിഞ്ഞതാണ്, ദൈവത്തിൻ്റെ തിരുവുള്ളത്തിൽ നാം ഉണ്ടായിരുന്നു. അത് ദൈവം പാർഷ്വാലിറ്റിയോടുകൂടി ഒരു ഡിസിഷൻ എടുത്തെന്നല്ല അതിൻ്റെ അർത്ഥം. വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു. ആ റോമാലേഖനം 9-ാം അധ്യായത്തിലെ പൗലോസ് ഈ യേശാവിനെ കുറിച്ച് യാക്കോബിനെ കുറിച്ചും പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ എന്താ പൗലോസ് ചോദിക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് മുഖപക്ഷം ഉണ്ടോ എന്ന് പൗലോസ് തന്നെ ചോദിക്കുന്നു. ശരിയല്ലേ? ആ റോമാലേഖനം 9-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. അവിടെ പൗലോസ് തന്നെ സ്റ്റെഫി ചോദിച്ച ചോദ്യം ചോദിക്കുന്നു. ദൈവം ക്രൂവലാണോ? ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? അങ്ങനെ ദൈവം ചെയ്തത് ശരിയാണോ എന്ന് പൗലോസ് തന്നെ ചോദിക്കുന്നു. എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? അപ്പം നമ്മൾ ആ വാക്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ പൂർണ്ണമായിട്ട് മാറിപ്പോ. റോമാലേഖനം 9-ാം അധ്യായം ഒന്ന് എടുത്തേ, 10 മുതൽ. You have the Bible? Okay. Yeah. Go to Romans chapter 9 verse 10 to 13. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസ്ഹാക്കും എന്ന ഏകനാൾ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്ത ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഇതാ ഞാൻ എനിക്കും ഡൗട്ട് വന്ന വാക്യം. 13-ാം വാക്യം വരെ വായിക്കേ. 14-ാം വാക്യം വരെ. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ ദോഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്ത് പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളും ഇല്ല. എനിക്ക് കരുണ തോന്നുന്നു. സ്റ്റെഫി, 14-ാമത്തെ വാക്യം വായിച്ചല്ലോ. ആകയാൽ നാം എന്തു പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? സ്റ്റെഫി ചോദിക്കുന്ന ചോദ്യം അതാണല്ലേ? ഒരു നാളുമില്ല. സ്റ്റെഫി ചോദിക്കുന്ന ചോദ്യം അതല്ലേ? അത് പൗലോസ് ചോദിച്ചു. പൗലോസ് എന്താ ചോദിച്ചത്? നമ്മൾ 13-ാം വാക്യം വരെ വായിച്ചു നിർത്തി, കൺഫ്യൂസ്ഡ് ആയി. 14-ാം വാക്യം പറയുന്നു ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരിക്കലും ഇല്ലെന്നാ പൗലോസ് പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് എക്സാമിൻ ചെയ്തു നോക്കാം ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്, എന്തിനെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. ദൈവം അങ്ങനെ അനീതിയോടുകൂടെ യാക്കോബിനെ തിരഞ്ഞെടുത്തതാണോ? യേശാവിനെ ദൈവം ദ്വേഷിച്ചു, ഹേറ്റ് ചെയ്തു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കൺഫ്യൂഷനും പോകും. ഒന്നാമത്, റോമാലേഖനം മുഴുവൻ പഠിപ്പിക്കുന്ന എന്തിനെ കുറിച്ചാണെന്നറിയാമോ? രക്ഷാപ്രവർത്തിയാലല്ല കൃപയാലത്രേ. ഫുൾ റോമൻസ്, ബുക്ക് ഓഫ് റോമൻസിന്റെ മുഴുവൻ കേന്ദ്ര ആശയം, സെൻട്രൽ തീം എന്ന് പറയുന്നത് സാൽവേഷൻ ത്രൂ ഗ്രേസ്, വർക്ക് കാരണമല്ല. അപ്പം ഇവിടെയും പൗലോസ് പറയുന്നത് അത് തന്നെയാ. സ്വഭാവം നോക്കിയാൽ യേശാവ് നല്ലവനാ, പക്ഷെ ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? അവിടെ പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ പക്ഷപാതം ഉണ്ടായിട്ടല്ല, ദൈവത്തിൻ്റെ മേഴ്സി, ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ട്. സോ വാട്ട് ഹി വാസ് ട്രൈങ് ടു പ്രൂവ്? ഹി വാസ് ട്രൈങ് ടു പ്രൂവ് ദാറ്റ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ നല്ലവരായിട്ടല്ല എന്നാണ് പൗലോസ് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അടുത്തി ഈ വാക്യത്തെ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ കൺഫ്യൂഷൻ ആകുന്നത്. പൗലോസ് പറഞ്ഞത്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കാൽവിനിസം സത്യത്തിൽ കാൽവിൻ പഠിപ്പിച്ചത് ഹി വാസ് ഗിവിങ് എംഫസൈസ് ഓൺ ഗ്രേസ്. കാൽവിൻ എന്താ പഠിപ്പിച്ചെന്നറിയാമോ? കാൽവിൻ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പ്രീ ഡെസ്റ്റൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചിട്ട് നമ്മൾ നല്ല കാര്യമൊന്നും ചെയ്തിട്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്.
പക്ഷേ ലോക ആരംഭം മുതൽ തന്നെ അവന് നമ്മളോട് കൃപ തോന്നി. കൃപയാണ് കാൽവിൻ പഠിപ്പിച്ചത്. പക്ഷേ കാൽവിൻ്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ആ കാൽവിനിസത്തിലെ കൃപയെ എടുത്ത് മാറ്റിയിട്ട് ദൈവത്തെ വളരെ കണിശക്കാരനാകുന്ന ഒരു പ്രീ ഡിറ്റർമൈൻ ചെയ്തൊരു വ്യക്തിയായിട്ട് പിക്ചറൈസ് ചെയ്തു. തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ദർ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുണ്ട്: സത്യത്തിൽ കാൽവിൻ തന്നെ കാൽവിനിസ്റ്റ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കാൽവിനിസം പഠിപ്പിക്കുന്ന ആളുകൾ പഠിപ്പിച്ച കാൽവിനിസം കാൽവിന് തന്നെ ഇല്ലായിരുന്നു. കാൽവിൻ്റെ പേരിലാണ് അറിയപ്പെട്ടത്. പലപ്പോഴും കാൽവിനിസം എന്നൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ, ജോൺ കാൽവിനാണത് പഠിപ്പിച്ചതെന്നൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഈ കാൽവിൻ എന്ന് പറഞ്ഞ ആൾ ഒരു വലിയ ദുരുപദേശകനാണ്. അങ്ങനല്ല. കാൽവിൻ പാവം, പുള്ളി മരിക്കുന്നതിന് മുമ്പ് പുള്ളി ദൈവത്തിൻ്റെ ഗ്രേസിനെ എംഫസൈസ് ചെയ്ത് ദൈവം നമ്മെ തൻ്റെ കൃപയാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തെന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആ വാക്കുകളെ മറ്റൊരു രൂപത്തിലാക്കിയിട്ട് കാൽവിനിസം എന്നൊരു ഡോക്ടറിൻ ഉണ്ടാക്കി. ആ ഡോക്ടറിനനുസരിച്ച് ദൈവം പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കുകയാണ്. ദൈവം പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കുകയാണ്. ഇവൻ രക്ഷിക്കപ്പെടത്തില്ല. അവൻ യേശുവിനെ രക്ഷകനായി ഏറ്റു പറഞ്ഞാലും അവൻ രക്ഷിക്കപ്പെടത്തില്ല എന്നാണ് കാൽവിനിസത്തിൻ്റെ ഡോക്ട്രിൻ. പക്ഷേ അത് തെറ്റാണ്. കാരണം വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. റിഫോംഡ് തിയോളജി കാൽവിൻ പഠിപ്പിച്ചതല്ല കേട്ടോ, കാൽവിനിസ്റ്റുകൾ പഠിപ്പിക്കുന്നത്. അതെ, ഞാൻ ഇടയ്ക്ക് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു, കുറെ ക്രിട്ടിക്സ് ഇങ്ങനെ ഏശാവിനെയും യാക്കോബിനെയും മെൻഷൻ അവർ അത് വിളിച്ചിരിക്കുന്നത് റിജിഡ്ലി കാൽവിനിസ്റ്റിക് എന്നാണ്. ആ ഒരു ടേം ആണ് അവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രീ ഡിറ്റർമിൻഡ് ചെയ്ത് ഭയങ്കര പാർഷ്യലായിട്ട്, എന്താ പറയാ, ഭയങ്കര ഒരു ഇതായിട്ടാണ് ക്രിട്ടിക്സ് അതിനെ എംഫസൈസ് ചെയ്ത് കാണിക്കുന്നത്. റിജിഡ്ലി കാൽവിനിസ്റ്റ്, റിജിഡ്ലി എന്നാണ് ആ ഒരു ടേം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോറി പറയുമ്പം, ജേക്കബിന്റെ ഏശാവിന്റെ സ്റ്റോറി പറയുമ്പം, അതിനെക്കുറിച്ച് പറയുമ്പം റിജിഡ്ലി കാൽവിനിസ്റ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഗ്രേസ് എന്ന് പറയുന്ന ഒരു വാക്കല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്താ പറയുന്നറിയാമോ ശ്രീ, ഈ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഒരു സൈഡിൽ കാൽവിനിസം ഇങ്ങനെ ഫോമായി വന്നപ്പോൾ തന്നെ വേറൊരു സൈഡിൽ അർമീനിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആക്ച്വലി തിയോഡോർ ബെസയുടെ ഒരു ശിഷ്യനായിരുന്നു. കാൽവിനിസ്റ്റ് ആയിരുന്ന, അല്ലെങ്കിൽ കാൽവിനിസത്തെ ഫോം ചെയ്ത തിയോഡോർ ബെസെ എന്ന് പറയുന്ന ആൾ, BAZE ബെസെ അല്ലെങ്കിൽ ബേസ് എന്ന് നമുക്ക് ഉച്ചരിക്കാൻ വേണമെങ്കിൽ, തിയോഡോർ ബെസയുടെ ഒരു ഫോളോവർ ആയിരുന്നു അർമീനിയാസ് എന്ന് പറഞ്ഞ വ്യക്തി. ആ വ്യക്തി സത്യത്തിൽ തിയോഡോർ ബെസയുടെ ഡോക്ടറിനെ പഠിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ പുള്ളിക്ക് മനസ്സിലായി ഈ ഡോക്ടറിന് ശരിയല്ലെന്ന്. പുള്ളി സത്യത്തിൽ പ്രീ ഡെസ്റ്റിനേഷനെ ശരിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊരു ഡോക്ടർ ഉണ്ടാക്കി. ആ ഡോക്ടറിനെ വിളിക്കുന്ന പേരാണ് കാൽവിനിസം ഉള്ളതുപോലെ തന്നെ അർമീനിയൻ തിയറി അല്ലെങ്കിൽ തിയോളജി. അർമീനിയ എന്ന് പറയുന്ന രാജ്യമല്ല, ദേശമല്ല, അത് അർമീനിയാസ് എന്ന വ്യക്തിയിൽ നിന്ന് ആ പേരുണ്ടായത്, അർമീനിയൻ തിയോളജി. നമ്മൾ പെന്റിക്കോസ്റ്റിൽ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? കാൽവിനിസം അല്ല, അർമീനിയൻ തിയോളജിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്താണ് അർമീനിയാസിൻ്റെ തിയോളജി? ഇതൊക്കെ നോക്കേ, കാൽവിനിസം പഠിപ്പിച്ചത് നിങ്ങളെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ രക്ഷയില്ല. കാരണം നിങ്ങൾ എലക്റ്റഡ് ലിസ്റ്റിലുള്ള ആളല്ല. ഇനിയും നിങ്ങൾ എലക്റ്റഡ് ലിസ്റ്റിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ എത്ര പാപം ചെയ്താലും നിങ്ങളുടെ സാൽവേഷൻ നഷ്ടപ്പെടുത്തില്ല. അത് വളരെ ഗുരുതരമാകുന്ന വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ഖണ്ഡിക്കുന്ന ഒരു ഡോക്ടറിനായി മാറി. ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. കാൽവിനിസ്റ്റുകളുടെ പഠിപ്പീരനുസരിച്ച് ദൈവത്തിൻ്റെ യേശുവിൻ്റെ അറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പാപപരിഹാര ബലി, കാൽവറി ക്രൂശിലുള്ള പാപപരിഹാര ബലി, അത് ലിമിറ്റഡാണ്. കാൽവിനിസ്റ്റുകളുടെ ഡോക്ടറിനനുസരിച്ച് പാപപരിഹാര ബലി ലിമിറ്റഡാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഈ കാൽവിനിസം ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കരുത് പ്രീ ഡെസ്റ്റിനേഷനെ കുറിച്ച് മാത്രമുള്ള ഡോക്ടറിനാണ് ചിന്തിക്കില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റ് പല പ്രധാന മേഖലകളെ സ്പർശിക്കുന്ന ഡോക്ടറിനാണ് അത്. അപ്പോൾ യേശുവിൻ്റെ പാപപരിഹാര ബലി ലിമിറ്റഡ് ആണോ? അത് വളരെ മാരകമാകുന്ന ഒരു ഗുരുതരമാകുന്നൊരു പ്രശ്നമാണ്. വേദപുസ്തകം അനുസരിച്ച് യേശു സകല മനുഷ്യൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്, ലിമിറ്റഡ് അല്ല. പക്ഷേ കാൽവിനിസ്റ്റുകൾ പറയുന്നത് യേശു മരിച്ചത് ആ സെലക്റ്റഡ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ എലക്റ്റഡ് ആയിട്ടുള്ള പ്രീ ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് യേശു മരിച്ചത്. അതാണ് കാൽവിനിസ്റ്റുകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് വലിയ ഗുരുതരമായ പ്രശ്നമല്ലേ? അപ്പോൾ ഈ അർമീനിയസിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിപ്പിക്കുന്നതൊക്കെ, എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്, പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രീ ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് പ്രീ ഡിറ്റർമിനേഷൻ അല്ല, ദൈവം നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുകയല്ല, മറിച്ച് ദൈവമായതുകൊണ്ട് ദൈവത്തിനറിയാം ഓരോ വ്യക്തിയുടെയും ഭാവി എന്താണെന്ന്. അല്ലെങ്കിൽ ദൈവമല്ല.
എന്നാൽ അതോടൊപ്പം തന്നെ ദൈവം ഓരോ വ്യക്തിക്കും അവൻ്റെ ജീവിതം, അവൻ്റെ ഭാവി തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ദൈവം കൊടുത്തിരിക്കുകയാണ്. എല്ലാവരുടെ മേലും ദൈവം ഒരുപോലെ കൃപയുടെ മഴ പെയ്യിക്കുന്നു. ദൈവം നീതിമാന്റെ മേലും പാപിയുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നല്ലേ? അതുപോലെ തന്നെ ദൈവം കൃപയുടെ മഴ എല്ലാവരുടെ മേലും ഒരുപോലെ കൊടുക്കുന്നു. അവൻ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവൻ്റെ തീരുമാനമാണ്, വ്യക്തമായിട്ട് അവൻ്റെ തീരുമാനമാണ്. എസെക്കിയേൽ 18 അധ്യായം വായിക്കണം. ആ അധ്യായത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടില്ലേ? എസെക്കിയേൽ 18 കർത്താവ് എന്താ പറയുന്നത് അറിയാമോ? പാപിയുടെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുക. ഒരു വ്യക്തി പോലും പാപിയായിട്ട് മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് എസെക്കിയേൽ 18 പറയുന്നു. പക്ഷേ എന്നാലും ചിലർ മരിക്കുന്നു. എന്തുകൊണ്ട്? ദൈവം അവസരങ്ങൾ കൊടുത്തിട്ടും വാള് വരുന്നെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞിട്ടും എല്ലാവരും ഇത് കേൾക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വാൾ അവൻ്റെ മേൽ വന്ന് വീഴുന്നു. എസെക്കിയേൽ 18 എന്താ പറയുന്നത്? പാപിയുടെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. ദൈവം തന്നെ പറയുക, ഞാൻ പ്രസാദിക്കുന്നില്ല പാപി മരിക്കുന്നതിൽ. ഇപ്പോൾ ദൈവം പാപിയാണ്, മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് പ്രീ ഡെസ്റ്റൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടില്ല. അവന് ദൈവം ഒരു പ്രവാചകനെ കൊടുക്കുന്നു, ദൈവവചനം കൊടുക്കുന്നു, അവസരം അവന് കൊടുക്കുന്നു. അവന് തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നന്മയാകട്ടെ തിന്മയാകട്ടെ, യേശുവിനെ ആകട്ടെ ലോകത്തെ ആകട്ടെ, തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണമാകുന്ന സ്വാതന്ത്ര്യം ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ there is a free will. സ്വയമായി തിരഞ്ഞെടുക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് പോവാം. റോമാലേഖനത്തിൻ്റെ കേന്ദ്ര ആശയം എന്തുവാ? റോമാലേഖനത്തിൻ്റെ കേന്ദ്ര ആശയം വർക്കല്ല, ഗ്രേസ് ആണ്. അപ്പോൾ പൗലോസ് അവിടെയും സ്ഥാപിക്കാൻ ആഗ്രഹിച്ചത്, യാക്കോബോ ഏശാവോ ചെയ്ത പ്രവർത്തികൾ നോക്കിയിട്ടല്ല ദൈവം അവരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അവിടെ എംഫസൈസ് എന്ന് പറയുന്നത് വർക്ക് വേഴ്സസ് ഗ്രേസ്. വർക്ക് നോക്കുകയാണെങ്കിൽ, ഇവരുടെ വർക്ക് അളന്നിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. പൗലോസ് കൂടെ അങ്ങനല്ല ദൈവം ചെയ്തത്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ. അപ്പോൾ പൗലോസ് അവിടെ വളരെ വ്യക്തമായിട്ട് സ്ഥാപിക്കുന്നത്, വ്യക്തമായിട്ട് പറയുന്നത്, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഞാൻ നല്ലവനായിരുന്നു, എൻ്റെ കുടുംബം നല്ലതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ അവിടെ എല്ലാം എംഫസൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യത്തിലും അഹങ്കരിക്കാൻ പറ്റത്തില്ല, നമുക്കൊരു കാര്യത്തിലും ഞാൻ മിടുക്കനാന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് കർത്താവേ നിൻ്റെ കൃപയാണെന്ന് പറഞ്ഞ് അവിടുത്തെ സന്നിധി സമർപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഇതാ പൗലോസിൻ്റെ ആഗ്രഹം. ഇതിൻ്റെ വായനക്കാർ അങ്ങനെ മനസ്സിലാക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം, ഇതിനകത്ത് മറ്റൊരു ജാതീയമാകുന്ന ഒരു പ്രശ്നവുമുണ്ട്. ഇനി കാൽവിനിസത്തിൻ്റെ വേറൊരു പ്രശ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. കാൽവിനിസം ഈ മുമ്പേ പറഞ്ഞ പോലെ റിജിഡായിട്ടുള്ള കാൽവിനിസം അല്ലേ, എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര, ഹിന്ദി ഞങ്ങൾ കട്ടർവാദി എന്ന് പറയും, തീവ്രവാദ കാൽവിനിസം. തീവ്രവാദ കാൽവിനിസം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആളുകൾ അങ്ങനെ വരെ പഠിപ്പിച്ചു, യഹൂദന്മാരാരും ഇലക്ടഡ് ലിസ്റ്റിലില്ല. കാൽവിനിസ്റ്റുകളുടെ ഒരു പഠിപ്പീരാണ് യഹൂദന്മാർ. കാരണം അവർ യേശുവിനെ റിജക്റ്റ് ചെയ്തവരാ. അതുകൊണ്ട് യഹൂദൻ ഇനിയും തലകുത്തി നിന്നാലും ഇലക്ടഡ് ലിസ്റ്റിൽ അവന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് സ്വല്പം റേഷ്യലായിട്ടുള്ള, ജാതിപരമായിട്ടുള്ള, വർഗീയമായിട്ടുള്ള ഒരു തലമുണ്ടായി. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. കാൽവിനിസ്റ്റുകൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ആഫ്രിക്കക്കാർ, അവരുടെ ത്വക്ക് കറുത്തതാണ് അല്ലേ? അവരെക്കുറിച്ച് കാൽവിനിസ്റ്റുകൾ പഠിപ്പിക്കുന്നത് അത് നോഹയുടെ മകനായ ഹാമിൻ്റെ വംശപാരമ്പര്യമാണ്. അവർ ആ ശാപം അവർക്കുണ്ടായതുകൊണ്ടാണ് അവരങ്ങനെ കറുത്തതായത്, അല്ലെങ്കിൽ അവർ ആ ആഫ്രിക്കൻ വർഗമായിട്ട് അങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരും ദൈവത്തിൻ്റെ പ്രീ ഡെസ്റ്റിനേഷനിലില്ല എന്നൊക്കെ പറയുന്ന അല്പം വർഗീയ സ്വഭാവമുള്ള ഒരു ഡോക്ടറിനായിട്ട് ഈ കാൽവിനിസം അങ്ങ് മാറി. ഇതൊക്കെ കാൽവിനിസത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സാണ്. കാൽവിൻ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ. കാൽവിൻ അങ്ങനെയൊന്നും ചിന്തിച്ചു പോലുമില്ല. പക്ഷേ കാൽവിനിസത്തെ ഡെവലപ്പ് ചെയ്ത് ഓരോരുത്തർ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തു. 17-ാം നൂറ്റാണ്ടൊക്കെ എത്തിയപ്പോൾ, വില്യം കേറിയുടെയൊക്കെ സമയമായപ്പോഴത്തേക്കും കാൽവിനിസത്തിൻ്റെ ഒരു അതിപ്രഭാവം, ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ്, ആ കാരണം കൊണ്ട് ആളുകൾ ഇങ്ങനെ വരെ പറയാൻ തുടങ്ങി, ദൈവം എല്ലാം തീരുമാനിച്ചു വെച്ചേക്കും, അതുകൊണ്ട് നമ്മൾ ഇനി സുവിശേഷം ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സുവിശേഷം പറഞ്ഞാലും ഇല്ലെങ്കിലും ആളുകൾ രക്ഷിക്കപ്പെടുള്ളൂ. രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവനോട് നമ്മൾ പ്രത്യേകിച്ച് പോയി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? അതൊക്കെ ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവാഞ്ചലൈസേഷൻ പോലും നിർത്തൽ ചെയ്ത ഒരു
തെറ്റായ ഉപദേശമായിരുന്നു സത്യത്തിൽ കാൽവിനിസം എന്ന് പറയുന്നത്. അതിൻ്റെ എഫക്റ്റ് ദൂരവ്യാപകമായിരുന്നു. അപ്പോൾ ഈ വർഗീയമാകുന്ന ഒരു തലം ഈ കാൽവിനിസത്തിനുണ്ടായിരുന്നു. ദൈവം പ്രീ ഡെസ്റ്റിൻ ചെയ്ത് വെച്ചിരിക്കുക, ചില ജാതികളെ തിരഞ്ഞെടുക്കേണ്ടെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഇതേ ഒരു സ്വഭാവം റോമാലേഖനത്തിനകത്തും പൗലോസ് ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ? റോമാലേഖനം 3-ാം അധ്യായം 4-ാം അധ്യായം പഠിച്ചാലേ അവിടെ പൗലോസ് യഹൂദന്മാരുടെ ഒരു എത്നിക് ക്വാളിറ്റിയെ ഒന്ന് ചെറുതാക്കി സംസാരിക്കുന്നുണ്ട്. യഹൂദനൊരു ചിന്തയുണ്ടായിരുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ അല്ലെങ്കിൽ ജാതിയ, ചോസൺ ജനറേഷൻ, ചോസൺ നേഷൻ, അങ്ങനെയൊക്കെ യഹൂദനൊരു ധാരണയുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു, അതും ശ്രദ്ധിക്കണം, അവിടെ ഉപയോഗിക്കുന്നൊരു പദം എങ്ങനെയാണെന്നറിയാമോ? അവൻ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, തന്നിൽ വിശ്വസിക്കാത്തവരോടല്ല. അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഭാഗത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്, യേശുവിൽ വിശ്വസിക്കാത്ത യഹൂദന്മാർ വന്നിട്ട് ഒരു പാപിനിയായ സ്ത്രീയെ കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇവളെ കല്ലെറിയണമെന്ന് പറഞ്ഞ് യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ അധ്യായത്തിൽ തന്നെ തന്നിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ്. വിശ്വസിക്കാത്ത യഹൂദന്മാർ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പാപിനി സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ അവിടെ യേശു നിലത്തെഴുതി എന്നാണ് പറയുന്നത്, അല്ലേ? വളരെ വലിയ ഡിസ്കഷൻ ഉള്ളൊരു ടോപ്പിക്കാണ്. യേശു എന്താ നിലത്തെഴുതിയത്? യേശു എന്താ നിലത്തെഴുതിയത്? ആരെങ്കിലും നിലത്തെഴുതിക്കൊണ്ടിരിക്കുമോ? അവളെ കൊണ്ട് നടുക്ക് നിർത്തിയപ്പോൾ യേശു നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ ചോദ്യം വന്നത്. ആ ചോദ്യത്തിന് യേശു ഇടയ്ക്ക് എന്ത് ചെയ്തെന്നറിയാമോ? തലയൊന്ന് ഉയർത്തി. തല ഉയർത്തിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഇത് പറഞ്ഞിട്ട് യേശു പിന്നെ നിലത്തെഴുതിയെന്ന. യേശു നിലത്തെഴുതുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. വലിയ ചോദ്യം, വലിയ തിയോളജിക്കൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. യേശു എന്തോ നിലത്തെഴുതിയത്? ഞാൻ ചോദിക്കുക, സ്റ്റെഫിയോട് ചോദിക്കുക, യേശു എന്തോ നിലത്തെഴുതിയത്? ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഊഹം ഞാൻ പറയാം, ഇതെൻ്റെ ഒരു ഊഹമാണ്. ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ പേര് മണ്ണിൽ എഴുതുന്ന, അല്ലേ? അങ്ങനെ ഒരു വാക്യമുണ്ട്. ആ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ അങ്ങ് സങ്കല്പിക്കുക. അത് ഇവിടെ ഊഹമാണ് കേട്ടോ. ഈ വന്നു നിന്ന് ഓരോരുത്തരുടെയും പേര് യേശു നിലത്തെഴുതിയിട്ട് ആ പേരിൻ്റെ മുൻപിലോട്ട് അവൻ്റെ പാപം യേശു എഴുതി വെച്ചവിടെ. അപ്പോൾ അത് കണ്ടിട്ട് ഒരു പക്ഷേ ഓരോരുത്തരും വന്ന് നോക്കി യേശു എന്താ എഴുതുന്നത്. ആദ്യം ഒരുത്തം വന്നു, അവൻ നോക്കിയപ്പോൾ അവൻ്റെ പേരിൻ്റെ അപ്പുറത്തോട്ട് യേശു അവൻ്റെ പാപം എഴുതിയിരിക്കുന്നു. അവൻ കല്ല് താഴെ ഇട്ടു, അവൻ പോയി. അങ്ങനെ വേദപുസ്തകത്തിലില്ല, ഇതെൻ്റെ ഒരു സങ്കല്പമാണ്. അപ്പോൾ യേശുവിനറിയാം ഈ നിൽക്കുന്നവരൊക്കെ ആരാണെന്ന്. എന്തുകൊണ്ടറിയാം? യേശു ദൈവമാണ്, സർവജ്ഞാനിയാണ്. യേശു അവളെ വെറുതെ വിട്ടു. ദൈവികമാകുന്ന കൃപ അവളുടെ മേൽ പകരപ്പെട്ടു. ഇനി ഒരു രസകരമായ കാര്യം ഞാൻ പറയട്ടെ. ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ, whoever it may be, ആ പാപനിയായ സ്ത്രീ, പാപം ചെയ്തത് കൊണ്ട് റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കപ്പെട്ട സ്ത്രീ, അവൾ യേശുവിനെ തിരഞ്ഞെടുത്തതാണോ? ആണോ? അവളാണോ യേശുവിൻ്റെ അടുക്ക് വന്ന് യേശു എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞത്? അല്ല. somebody forced her to come there, അല്ലേ? ആരോ നിർബന്ധിച്ച് അവളെ അവിടെ കൊണ്ടുവന്നത്. അപ്പൊ അവിടെ ഫ്രീ വില്ലിലൊന്നുമല്ല അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നത്. ആരോ നിർബന്ധിച്ചിട്ട് അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. പക്ഷേ ഈ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്ന ഗ്രൂപ്പ്, they brought her in the right place, ശരിയായ സ്ഥാനത്ത് അവളെ കൊണ്ടുവന്നത്, കൃപയുടെ സിംഹാസനത്തിന് അടുക്കലേക്ക് കൊണ്ടുവന്നത്, സാൽവേഷൻ എവിടെയാണോ അവിടെയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൃപ അവളുടെ മേൽ എത്ര വലുതായിരുന്നു. ഇത്ര വലിയ പാപിനിയായിട്ടും അവളെ കല്ലെറിയാൻ തീരുമാനിച്ചവർ പോലും, അവരുടെ ആക്ഷൻ പോലും അവളുടെ സാൽവേഷന് കാരണമായി തീർന്നു. ഇതിനെയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അവിടെ വർക്കതിന് കാരണമല്ല, അവളുടെ തിരഞ്ഞെടുപ്പല്ല, അവൾ ആഗ്രഹിച്ചതല്ല. ഒരു മനുഷ്യൻ, വലിയ പാപിയായ മനുഷ്യൻ, അവൻ വഴിയോടെ നടന്നു പോകുമ്പോൾ ഒരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഓടി അടുത്ത ഒരു വീടിൻ്റെ സൈഡിലോട്ട്, അതിൻ്റെ എന്താ പറഞ്ഞ ആ വെള്ളം നനയാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടൊന്ന് കയറി നിന്നു. ആ പാരപ്പറ്റിൻ്റെ അടിയിലോട്ടൊന്ന് കയറി നിന്നു. അങ്ങനെ നിൽക്കുന്നപ്പോൾ അകത്തു നിന്നൊരു പ്രാർത്ഥനയുടെ ശബ്ദം. അവനോർത്ത് എന്നാൽ പിന്നെ വെളി നിൽക്കാതെ അകത്ത് കയറി നോക്കാൻ എന്തോ വന്നു. അകത്ത് നോക്കിയപ്പോൾ ആളുകൾ ഇരിക്കുന്നു, അവനോട് ഇരുന്നു. അന്ന് അവൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം അവൻ്റെ കാലടികളെ പോലും കർത്താവിൻ്റെ കൃപ നിയോഗിച്ചു. ഇതാണ് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഞാൻ ശ്രമിച്ചതല്ല, ഞാൻ അവനെ അന്വേഷിച്ചതല്ല. വേദപുസ്തകം അതല്ലേ, യേശു അതല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു.
അപ്പോൾ ബൈബിളിൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ക്രൂരനായ ദൈവത്തിൻ്റെ പ്രപഞ്ച സ്ഥാപനത്തിന് മുമ്പുള്ള ഒരു വലിയ ക്രൂരമായ തീരുമാനമല്ല വേദപുസ്തകത്തിലെ പ്രീ ഡെസ്റ്റിനേഷൻ. വേദപുസ്തകത്തിലെ പ്രീ ഡെസ്റ്റിനേഷൻ മഹാകരുണാവാനായ ദൈവത്തിൻ്റെ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് തോന്നിയ വലിയ കൃപ, വലിയ കരുണയാണ് വേദപുസ്തകത്തിലെ പ്രീ ഡെസ്റ്റിനേഷൻ. അപ്പം നമുക്ക് ദൈവത്തോട് സ്നേഹമാണോ ദേഷ്യമാണോ തോന്നുന്നത്? ഇതിൻ്റെ ഒറിജിനൽ സെൻസിൽ പ്രീ ഡെസ്റ്റിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കർത്താവേ നിൻ്റെ മഹാകരുണയ്ക്കായി സ്തോത്രമെന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം ദൈവം ക്രൂവലാണെന്ന് നമുക്ക് തോന്നത്തില്ല. പൗലോസിനെ ചോദിച്ചു, ഇവൻ ദുഷ്ടനാണോ, ദൈവം അനീതിയുള്ളവനാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇനി ഞാൻ മുമ്പേ പറഞ്ഞു വരുന്നത്, റോമാലേഖനം 3-ാം അധ്യായം 4-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ യഹൂദന്മാർക്കുള്ള ഒരു ജാതീയ ചിന്തയുണ്ട്. അവരുടെ ചിന്ത ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാ. ആ എത്നിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടുമെന്ന് അവരുടെ വിശ്വാസം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു പാപിനിയായ സ്ത്രീയെ യേശുവിനെ പരീക്ഷിക്കാൻ കൊണ്ടുവന്നു, അവൾ രക്ഷ പ്രാപിച്ചു. ആ യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചവരല്ല. പക്ഷേ അതേ അധ്യായത്തിൽ ഒരു 2-3 പാരഗ്രാഫ് മുന്നോട്ട് കഴിയുമ്പോൾ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്. അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ ആദ്യം പറഞ്ഞത് ആരാണ്? തന്നിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, എടാ യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചവരല്ലേ ഇവർ? അവിശ്വസിക്കാത്ത യഹൂദന്മാരോടാണോ ഇത് പറഞ്ഞത്? പരീക്ഷന്മാരോടാണോ? ശാസ്ത്രിമാരോടാണോ? പരീക്ഷിക്കാൻ വന്നവരോടാണോ? അല്ല. എന്നെ ആ വാക്യം അത്ഭുതപ്പെടുത്തി. യേശുവിനെ വിശ്വസിച്ച്, യേശുവേ നീ രക്ഷകനാ, നീ മസിഹയാ എന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്ന യഹൂദന്മാർ, അവരോട് 31-ാമത്തെ വാക്യം യോഹന്നാൻ 8:31, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെ നോക്കെ, ഇവിടെ പ്രീ ഡെസ്റ്റിനേഷനെ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിനേഷൻ എന്ന പദമാണ് ശരി, ഖണ്ഡിക്കുന്ന വാക്യമായി ഇത്. യേശുവിൽ വിശ്വസിച്ചവരാണ് ഇവർ. പക്ഷേ യേശു പറയുകയാണ്, നിങ്ങൾ നിലനിൽക്കണം. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിങ്ങൾ സ്വതന്ത്രരാകത്തുള്ളൂ, അല്ലെങ്കിൽ നിത്യത പ്രാപിക്കത്തുള്ളൂ, അല്ലേ? യേശു പറഞ്ഞു, ഓക്കെ നിങ്ങൾ എലക്റ്റഡ് ലിസ്റ്റില്ല, നിങ്ങൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഇനി തലകുത്തി മറിഞ്ഞ് എന്ത് ചെയ്താലും നിങ്ങൾ സ്വർഗത്തിൽ പോകും. അങ്ങനെ യേശു പറഞ്ഞില്ല. They were already believing in Jesus, but Jesus kept a condition. What was the condition? You have to follow, you have to keep my commandments, അല്ലേ? നിങ്ങൾക്ക് എൻ്റെ കമാൻഡ്മെന്റ്സ്, എൻ്റെ വചനത്തെ നിങ്ങൾ പാലിക്കണം. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? നിങ്ങൾ സ്വതന്ത്രരാകത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ശിഷ്യരാകത്തുള്ളൂ. അടുത്ത വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ സ്വതന്ത്രരാകത്തുള്ളൂ. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എൻ്റെ ചോദ്യം, യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചവർക്ക് ഇത് ഇഷ്ടപ്പെടേണ്ടതല്ലേ? പിന്നെ എന്താ ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ ഈ വാക്ക് അവരുടെ ജാതീയമാകുന്ന ആ പ്രൈഡിനെ അറ്റാക്ക് ചെയ്തു. എന്താ ജാതീയ പ്രൈഡ്? യഹൂദനൊരു ചിന്തയുണ്ട്, ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാ, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാ. അടുത്ത നിമിഷം അവരെല്ലാം കൂടെ യേശുവിനോട് എന്ത് പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ഞങ്ങൾ ഇന്ന് വരെ ആർക്കും എന്ത് ചെയ്തിട്ടില്ല, ഒരുത്തിന്റെ കീഴിൽ ഞങ്ങൾ കീഴടങ്ങിയിട്ടില്ല. യേശുവിൽ വിശ്വസിക്കാത്തവരല്ല കേട്ടോ, യേശുവിൽ വിശ്വസിക്കുന്ന യഹൂദന്മാർ. ഇതിന്ന് മനസ്സിലാക്കേണ്ടതാ, യഹൂദൻ്റെ അകത്ത് ഇങ്ങനൊരു ജാതീയ പ്രൈഡുണ്ട്. ആ ജാതീയ പ്രൈഡ് എന്താ? വിശ്വാസികളായ യഹൂദന്മാർ ഞങ്ങൾ സ്പെഷ്യൽ ആണെന്നുള്ളൊരു പ്രൈഡ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, ഞങ്ങൾ വിജാതീയരായ വിശ്വാസത്തിൽ വന്നവരെ പോലെ അല്ല, അങ്ങനെയൊക്കെ ഒരു പ്രൈഡ്. ഈ പ്രൈഡുള്ള യഹൂദന്മാരുടെ പ്രൈഡ് എന്ന പദം അറിയത്തില്ലേ? അവരുടെ അഹംഭാവം, അവരുടെ അഹങ്കാരം, അല്ലേ? അതിനെ ഉടച്ചുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. എന്താ പൗലോസ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? റോമാലേഖനം 4-ാം അധ്യായം 25 വരെയുള്ള വാക്യങ്ങളൊക്കെ സമയം പോലെ വായിച്ചു നോക്കുക. റോമാലേഖനം 3:1 മുതൽ 4:25 വരെയുള്ള വാക്യങ്ങളൊക്കെ ഒന്ന് സമയം പോലെ ആ 2 അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ പറയുന്നത്, യഹൂദൻ ഒരു വിശേഷതയുമില്ല, എത്നിക് ബാക്ക്ഗ്രൗണ്ട് അല്ല നിന്റെ രക്ഷയ്ക്ക് കാരണം.
നീ അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് നീ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷ നീ ജനിച്ച ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് നിനക്ക് ഓട്ടോമാറ്റിക് കിട്ടത്തില്ല. ഇതാ പൗലോസ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇത് യഹൂദൻ്റെ ആ ജാതീയ വികാരത്തെ ഉടയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള യാഥാസ്ഥിതികരാകുന്ന യഹൂദന്മാർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇതാ ഫാക്റ്റ്. സത്യത്തിൽ യഹൂദന്മാരുടെ ഒരു കോമൺ ഒരു പ്രൈഡിനെ, ഒരു അഹങ്കാരത്തെ, അവരുടെ വേണമെങ്കിൽ നമുക്ക് പറയാം അവരുടെ ആ ഒരു ദേശീയ വികാരത്തെ പൗലോസ് ഉടച്ചു സംസാരിക്കുക. അതുകൊണ്ട് തന്നെ റോമാലേഖനം 9-ാം അധ്യായം സ്റ്റെഫി ഇപ്പം വായിച്ച വാക്യമില്ലേ 10-ാം വാക്യം, അതിനകത്ത് പൗലോസ് ഒരു പ്രത്യേക പദപ്രയോഗം എഴുതി. എന്താ പ്രത്യേക പദപ്രയോഗം എന്നറിയാമോ? നമ്മുടെ പിതാവാകുന്ന ഇസഹാക്ക് എന്ന ഏകനാൽ. ആ വാക്ക് ശ്രദ്ധിച്ചോ? ഒന്ന് വായിച്ചു നോക്കിക്കോ. റോമാലേഖനം 9:10 നമ്മൾ വായിച്ച വാക്യമാണ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഏകനാൽ. ഇസ്ഹാക്ക് എന്ന ഏകനാൽ. എന്റെ ചോദ്യം, എന്തിനാ അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇസ്ഹാക്ക് എന്ന ഏകനാൽ, അതിന് വലിയ അർത്ഥമുണ്ട്. വേദോസ്തത്തിൽ ഒരു വാക്കുപോലും വെറുതെ വരത്തില്ല. ഇനി കേട്ടോ, ഒരു സ്ത്രീ റിബേക്ക അല്ലേ, അവളുടെ വയറ്റിൽ ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അവളുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പേരുടെ അപ്പൻ ആരാ? 2 പേരാന്നോ? ഇസ്ഹാക്ക് എന്ന ഏകന, ഒറ്റയൊരാടെ മക്കൾ. അപ്പൊ എത്നിക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഇവർ 2 പേരും ഒരേ എത്നിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാ. യഹൂദന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, റോമാലേഖനത്തിൽ പൗലോസ് തകർക്കാൻ ശ്രമിക്കുന്ന ചില ചിന്തകളുണ്ട്. ഒന്ന്, വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തമാണ് രക്ഷ എന്ന സങ്കല്പത്തെ പൗലോസ് അടിച്ച് തകർത്ത് സംസാരിക്കുക. രണ്ടാമത്, യഹൂദൻ എന്തോ വിശേഷതയുണ്ടെന്നുള്ള, ജാതിയിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരെക്കാൾ അധികമായി യഹൂദൻ അവന് പാരമ്പര്യവും അവന് സ്ഥാനവും മഹത്വം ഒക്കെ ഉള്ളവനാണെന്നുള്ളൊരു സങ്കല്പത്തെ പൗലോസ് തകർത്തോണ്ടിരിക്കുക. പൗലോസ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാ ഇവർ 2 പേരും. അപ്പൻ ഒറ്റ ഒരാളാ. പക്ഷേ ദൈവത്തിൻ്റെ അവരോടുള്ള ഡീലിംഗ് വ്യത്യസ്തമായിരുന്നു. 2 പേരും അല്ലെ, ഒരേ ഉദരത്തിൽ കിടന്ന 2 പേരും. എന്തുകൊണ്ട് അതേ ഒരുത്തിനെ ദ്വേഷിച്ചത്, ഒരുത്തിനെ തിരഞ്ഞെടുത്തത്? പൗലോസ് ക്ലിയർലി പറയുക, നീ ഏത് കുടുംബത്തിൽ ജനിച്ചെന്നുള്ളതല്ല നിന്റെ തിരഞ്ഞെടുപ്പിന്റെ പിന്നിൽ. നിന്റെ അപ്പൻ ആരാണ്? അബ്രഹാം ആണെന്ന് പറഞ്ഞ് നീ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ഇസ്ഹാക്കാണെന്ന് പറഞ്ഞിട്ട് നീ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. മോശമാണോ ഇസ്ഹാക്കിൻ്റെ മകൻ ഏശാവ്? മോശമാണോ? അല്ല. അങ്ങനെ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എത്നിക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയല്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഗുണങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ നോക്കിയിട്ടല്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തൻ്റെ മഹാകൃപ കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ യാക്കോബിനെ തിരഞ്ഞെടുത്തു. ഇനിയും സ്റ്റെഫിയെ പോലുള്ള പലർക്കും വിഷമം തോന്നുന്നൊരു പദം, ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറഞ്ഞ പദമാണ്. ഐ ഹേറ്റ് അല്ലേ? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ഹേറ്റ് എന്ന പദത്തിന്റെ എക്സാക്ട് മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹേറ്റ് അല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ ഹേറ്റ് എന്ന് പറയുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് അവനോട് ഭയങ്കര വൈരാഗ്യം തോന്നി അല്ലേ, ഒരു അല്ലേ, എന്താ അതിനെ പറയുന്നത്, പക തോന്നി. അതല്ല അതിൻ്റെ അർത്ഥം. വേദോസ്തത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ അങ്ങനെ ആ ഹേറ്റ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഉദാഹരണം പറഞ്ഞാലേ, യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, റേച്ചലും ലേയും. വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, യാക്കോബ് റേച്ചലിനെ സ്നേഹിച്ചു, ലേയെ ഹേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. എന്താ ഇതിൻ്റെ അർത്ഥം? കണ്ടിട്ടുണ്ടോ വാക്യം? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? യാക്കോബ് ലേയെ പകയോടുകൂടെ നോക്കിയെന്നാണോ? അല്ല. ആ ലേയിൽ യാക്കോബിന് മക്കളുണ്ടായെന്നേ. അപ്പം ഹേറ്റ് ചെയ്യുന്നെങ്കിൽ മക്കളുണ്ടാകുമോ? അപ്പോൾ ആ വേദപുസ്തകത്തിൽ ആ ഹേറ്റ് എന്ന ടെർമിനോളജിയുടെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം തന്നെ ശ്രദ്ധിക്കണം, ഈ വാക്യം പൗലോസിൻ്റെ ഒരു പദമല്ല. ഇറ്റ് ഈസ് എ കൊട്ടേഷൻ. എവിടെ നിന്നുള്ള കൊട്ടേഷനാണ്? മലാഖി 1-ാം അധ്യായം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-ാം വാക്യം അല്ലേ? അവിടുന്ന് പൗലോസ് കോട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ എന്താ ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എങ്കിലേ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കത്തുള്ളൂ. മലാഖി ആ വചനം എഴുതുമ്പോൾ യാക്കോബ്, ഏശാവ് എന്ന് പറയുന്ന ആ 2 പദങ്ങൾ മലാഖി ഉപയോഗിക്കുമ്പോൾ മലാഖി ആരെക്കുറിച്ചാണ് അത് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മലാഖി 1 ആണോ? മലാഖി 1-ന്റെ 3-ഓ 4-ഓ ആണെന്ന് എനിക്ക് തോന്നുന്നു. 1-ന്റെ 3. ആ 1-ന്റെ 3-ഉം 4-ഉം അല്ലേ? ഒന്ന് വായിച്ച വാക്യങ്ങൾ.
എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ചു, അവനെ പർവ്വതങ്ങളെ ശൂന്യമാക്കി, അവന്റെ അവകാശത്തെ യേശാവിനെ ഞാൻ ഭൂമിയിലെ ദ്വേഷിച്ചു. കുറുനരികൾക്ക് സ്റ്റെഫി, കൊടുത്തു. can you repeat it? എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ചു, അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി, അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇത് ആരെ കുറിച്ചാ പറയുന്നത്? ഏശാവിനെ കുറിച്ച്. ഏത് ഏശാവിനെ കുറിച്ച്? യാക്കോബ് എന്ന ക്യാരക്ടറും ഏശാവ് എന്ന ക്യാരക്ടറും മരിച്ചിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ വാക്യം എഴുതിയിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ യേശാവിന്റെ പർവ്വതങ്ങൾ, യേശാവിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ ശൂന്യമാക്കി എന്ന് പറയുമ്പോൾ ആരെ കുറിച്ചാ? അത് ഇസ്ഹാക്കിന്റെ മക്കളായ യാക്കോബ്, ഏശാവ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ചല്ല. അതിനപ്പുറമായിട്ട് ഈ രണ്ടുപേരും റെപ്രസെന്റ് ചെയ്ത രണ്ട് നേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. യാക്കോബ് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇസ്രായേൽ എന്ന നേഷ്യനെ. ഏശാവ് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഏദോം എന്ന നേഷ്യനെ. ഏദോം എന്ന് കേട്ടിട്ടില്ലേ? ഏദോം ആരാണ്? ഏശാവിന്റെ സന്തതി പരമ്പരയ്ക്ക് ദൈവം കൊടുത്ത നേഷ്യനാണ്. അപ്പോൾ യാക്കോബ് ഏശാവും അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ തന്നെ ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവം പറഞ്ഞത്, അമ്മയോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തികളുടെ പുസ്തകം 25-ാം അധ്യായത്തിലാണ്. രണ്ട് പിള്ളകൾ റിബേക്കയുടെ വയറ്റിൽ തിക്കിയപ്പോൾ റിബേക്ക ഓടി ദൈവസന്നിധി ചെന്നു. അപ്പോൾ ദൈവസന്നിധി എന്ന് പറയുമ്പോൾ എവിടെ അവൾ പോയത്? ടെമ്പിളാണോ? അവൾ അന്ന് ടെമ്പിളൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ആലയം ഇല്ലല്ലോ, ദേവാലയം ഇല്ലല്ലോ. പിന്നെ എവിടെയായിരിക്കും അവൾ പോയത്? മേ ബി ഇറ്റ്സ് ജസ്റ്റ് മൈ ഇമാജിനേഷൻ. അവൾ പോയത് ഇസ്ഹാക്ക് സ്ഥിരമായി യാഗം കഴിക്കുന്ന യാഗപീഠത്തിൻ്റെ അടുക്കലായിരിക്കാം, അല്ലെങ്കിൽ ഇസ്ഹാക്ക് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന, മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തിലായിരിക്കും. വേർ ഓർ ഇറ്റ് മേ ബി. വചനത്തിൽ പറഞ്ഞ അവൾ ദൈവത്തിൻ്റെ അടുക്കൽ ചോദിക്കാൻ ചെന്നു. സോ ഷീ ഗോട്ട് എ റിപ്ലൈ. വാട്ട് വാസ് ദ റിപ്ലൈ? എന്താ മറുപടി അവൾക്ക് കിട്ടിയത്? രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ. അവിടെ ദൈവം പറഞ്ഞില്ല രണ്ട് മക്കൾ നിന്റെ വയറ്റിലുണ്ട്, ഒരുത്തൻ എനിക്ക് പടക്കുള്ളവനാ, ഒരുത്തൻ എനിക്ക് ഇഷ്ടം. ഇങ്ങനൊന്നും അല്ല ദൈവം പറഞ്ഞത്. There is two prominent nations are inside you. So യേശാവിനെ ദൈവം ദ്വേഷിച്ചു എന്ന പദത്തിന്റെ അർത്ഥം യേശാവിനെ ദൈവം രണ്ടാം നമ്പർ ആക്കിയെന്നാ. എന്താണ്? രണ്ടാം നമ്പർ ആക്കി. ഒരുത്തനെ മേളിലും മറ്റവനെ താഴെയും ആക്കിയെന്നേ അർത്ഥമുള്ളൂ. യേശാവിനെക്കാട്ടിൽ അധികം പ്രയോറിറ്റി യാക്കോബിന് കൊടുത്തെന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ നമ്മുടെ ആ ഹ്യൂമൻ നേച്ചർ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പകയും ദേഷ്യവും അല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം. രണ്ടാമത്, ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ടു പേഴ്സൺസ്, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ടു നേഷൻസ്. അപ്പം മലാക്കി പ്രവചിക്കുന്നത് യേശാവിൻ്റെ ദേശം, യേശാവിൻ്റെ രാജ്യം, യേശാവിൻ്റെ രാജ്യത്തെ ശൂന്യമാക്കിയ കഥയാണ് മലാക്കി പ്രവചിക്കുന്നത്. പൗലോസ് അതിനെ കോട്ട് ചെയ്ത് എന്തിനു വേണ്ടിയാ? പൗലോസ് അതിനെ കോട്ട് ചെയ്ത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. ഈ രണ്ട് ക്യാരക്ടേഴ്സ് നല്ലതാരാ ചീത്തയാരാന്ന് അറിയുന്നതിന് മുമ്പ് ദൈവം ഒരുത്തനെ എന്ത് ചെയ്തു? ദൈവം തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തിരഞ്ഞെടുത്തു. ഇതാണ് പൗലോസ് എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇനിയൊന്ന് ശ്രദ്ധിക്കണമേ, അമ്മയോട് ദൈവം നേരത്തെ പറഞ്ഞു ഇതിൽ ആര് ഉന്നതനാകും, അല്ലേ? യാക്കോബ് ഉന്നതനാകും. ഇനി വേദപുസ്തകം ഒന്ന് പഠിച്ചു നോക്കിയാൽ ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാം പഴയ നിയമത്തിൽ. ഏത് പാറ്റേണാ? മൂത്തവനെ ത്യജിക്കുന്നു, ഇളയവനെ തിരഞ്ഞെടുക്കുന്നു. ഈ ഒരു പാറ്റേൺ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണാം. ഇതിനൊരു ബിബ്ലിക്കൽ ടൈപ്പോളജിക്കൽ സ്റ്റഡി എന്ന് നമ്മൾ പറയും. ഇതൊരു ടൈപ്പോളജിക്കൽ സ്റ്റഡിയുടെ ഭാഗമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത് വലിയ സബ്ജക്റ്റാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം മൂത്തവനെ ത്യജിക്കുന്നു, ഇളയവനെ? ആ ഹിസ്റ്ററി നോക്കി, ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ തന്നെ നോക്കിയാൽ മൂത്തത് കയീൻ എന്ത് ചെയ്യപ്പെടുന്നു? ദൈവം പ്രസാദിക്കാത്തവനായി മാറുന്നു. ഹാബേലിൽ ദൈവം പ്രസാദിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ അവിടെ ഒക്കെ അല്ലേ? കയീന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു. ഇനി അടുത്തത് അബ്രഹാം. അബ്രഹാമിന്റെ മൂത്ത മോനാരാ? ഇസ്മായേലാണ്. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാ? ഇസ്ഹാക്കിനെയാണ്, അല്ലയോ? ഇനി അടുത്ത ജനറേഷനാണ് ഇസ്ഹാക്കിന്റെ ജനറേഷൻ. രണ്ട് മക്കൾ. ആ രണ്ട് മക്കളിൽ ആരാണ് മൂത്തത്? ഏശാവ്. ദൈവം തിരഞ്ഞെടുത്ത ആരെയാ? ഇനി അടുത്ത ജനറേഷൻ ഏതാ? യാക്കോബിന്റെ മക്കൾ. യാക്കോബിന്റെ മക്കളിൽ മൂത്തവൻ ആരാണ്? രൂപനാണ്. പക്ഷെ തള്ളപ്പെട്ടില്ലേ? അവകാശം കൈമാറി എങ്ങോട്ടാ പോയത്? യഹൂദയ്ക്ക്. ജ്യേഷ്ഠാവകാശം ആർക്ക് പോയി? യഹൂദയ്ക്ക് പോയി. ഇനി അതിന്റെ അടുത്ത ജനറേഷൻ എക്സാമ്പിളായിട്ട് ജോസഫിനെ എടുക്കാം. ജോസഫിന്റെ രണ്ട് മക്കൾ എഫ്രൈം, മനശ. മൂത്തവനെ വലത്തും ഇളയവനെ ഇടത്തുമായിട്ട് കറക്റ്റ് പൊസിഷനിൽ ജോസഫ് കൊണ്ട് നിർത്തി. അപ്പനോട് പറഞ്ഞു ഇവരെ അനുഗ്രഹിക്കുക.
അപ്പന് കണ്ണ് കാണത്തില്ല, പക്ഷെ കൈ പിണച്ചു വെച്ചു. എന്തുകൊണ്ടെന്നറിയാമോ? അവൻ്റെ അകത്ത് ആത്മാവ് പറഞ്ഞു, ഇളയവനെ ഞാൻ മാനിക്കാൻ പോവാ. ആ പാറ്റേൺ അവിടെ ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് അല്ലേ, ഇതിനകത്തുനിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മഹത്വമുള്ള കുടുംബങ്ങളിലൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? ഇതിനൊരു കാരണമുണ്ട്. ഇതിൻ്റെ കാരണം, ഈ എല്ലാ കുടുംബങ്ങളിലും ഈ സംഭവിച്ചത് മുൻപിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ചില സത്യങ്ങളുടെ പഴയ നിയമത്തിലെ നിഴലുകളായിരുന്നു ഇവരെല്ലാം. ടൈപ്പോളജിക്കൽ സ്റ്റഡി എന്ന് അതിനെ പറയുന്നത്, നിഴൽ പൊരുൾ തിരിച്ചുള്ള സ്റ്റഡി, പഠനം. പുതിയ നിയമത്തിലെ പല കാര്യങ്ങൾക്കും പഴയ നിയമം നിഴലാണ്, നിഴലായിട്ടാണ് സംഭവിച്ചത്. എന്താ നിഴല്? വളരെ സിമ്പിൾ. പഴയ നിയമത്തിൽ അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഒന്നാമൻ ഫെയിലാകുന്നു, രണ്ടാമൻ വിജയിക്കുന്നു. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. മോശ ഒന്നാമനായിരുന്നു. ജനത്തെ കനാനി കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടിറക്കിയവനെ മോശ ഫെയിലായി. രണ്ടാമത് വന്ന നേതാവാണ് ജോഷുവ, അവൻ വിജയിച്ചു. അനദർ എക്സാമ്പിൾ, ഏലിയാവ് എലീശ. ഈ ജോഡി എവിടെയുമുണ്ട്, ഈ പാറ്റേൺ എവിടെയുമുണ്ട്. ഏലിയാവിന് ചില ജോലി ചെയ്തു തീർക്കാൻ പറ്റിയില്ല. അവൻ ചെയ്യേണ്ട ജോലി ഫിനിഷ് ചെയ്യാൻ ഏലീശയെ ഇരട്ടി അഭിഷേകത്തോട് കൂടെ തിരഞ്ഞെടുത്തു. സോ ഈ കേസുകളിലൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഒന്നാമൻ ഫെയിലാകുന്നു, രണ്ടാമൻ വിജയിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ രക്ഷാകരമാകുന്ന പദ്ധതി, ദൈവത്തിൻ്റെ സാൽവേഷൻ പ്ലാനിൻ്റെ വെളിപ്പെടുത്തലാണ്. ഒന്നാമൻ ആരാണ്? ഒന്നാമൻ പഴയ നിയമം, അവൻ ഫെയിലാകുന്നു. രണ്ടാമൻ ആരാണ്? രണ്ടാമൻ യേശു, അവൻ വിജയിക്കുന്നു. ഇതാണ് ടൈപ്പോളജി. ഇസ്രായേലിലെ രാജാക്കന്മാർ, ഒന്നാമൻ ആരായിരുന്നു? ശൗൽ, ഫെയിലായി. രണ്ടാമൻ ആരാണ്? ദാവീദ്, അവൻ വിജയിച്ചു. അതുകൊണ്ടാണ് യേശുവിനെ ദാവീദിന്റെ സന്താനം അല്ലെങ്കിൽ ദാവീദിന്റെ സന്തതി എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്കറിയത്തില്ലേ, മുമ്പിലത്തെ ചോദ്യം, ഈ ശൗൽ ഫെയിലാവുന്ന ദൈവത്തിന് അറിയാമോ? പ്രീ ഡെസ്റ്റിനേഷൻ അറിയാം. ശൗലിനെ സിംഹാസനത്തിൽ ഇരുത്തുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് അറിയാം ഇവൻ ഫെയിൽ ആവുന്നുള്ളത്. പിന്നെ എന്തിനാ ഇരുത്തിയത്? അതാണ് പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. ദൈവത്തിന് അറിയാം, ദൈവം ആയതുകൊണ്ട് അറിയാം ഇവൻ എന്ത് ചെയ്യും. ഇത് ദൈവത്തിനറിയാം. ഏദൻ തോട്ടത്തിൽ ഈ പഴം നട്ടാൽ എന്ത് സംഭവിക്കും ദൈവത്തിനറിയാം. പിന്നെ എന്തിനാ നട്ടുവെച്ചത്? ദൈവം അത് മാത്രമല്ല ചെയ്തത്, ദൈവം ഇത് തിന്നു കഴിയുമ്പോൾ സൊല്യൂഷൻ എന്താണ് അതും ദൈവം നേരത്തെ പ്ലാൻ ചെയ്തു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രീ ഡെസ്റ്റിനേഷൻ, മുന്നറിവെന്ന് വിളിക്കുക, പ്രീ ഡിറ്റർമിനേഷൻ അല്ല. ദൈവത്തിൻ്റെ മുന്നറിവിൽ ദൈവത്തിനറിയാം മനുഷ്യൻ പാപം ചെയ്യുമെന്ന്. പാപം ചെയ്താൽ സൊല്യൂഷൻ എന്താണ്? പുത്രൻ തമ്പുരാൻ, അല്ലേ? ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ പുത്രൻ തമ്പുരാൻ ആ കുഞ്ഞാട് പറഞ്ഞു, അപ്പ ഞാൻ അവന് വേണ്ടി അറക്കപ്പെടാൻ തയ്യാറാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു അറക്കപ്പെട്ടെന്നാ. അപ്പോൾ ദൈവം നമ്മെ പ്രീ ഡെസ്റ്റൈൻ ചെയ്യുക മാത്രമല്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയും ദൈവം പ്രീ ഡെസ്റ്റൈൻ ചെയ്തിരിക്കുക. മനസ്സിലായോ? അപ്പോൾ പാപം സംഭവിക്കുന്നിടത്ത് പാപത്തെ അവോയ്ഡ് ചെയ്യുക മാത്രമല്ല, പാപം സംഭവിച്ചാൽ അതിൻ്റെ റിഡംഷൻ പ്ലാനും ദൈവം നേരത്തെ ഒരുക്കി വെച്ചിരിക്കുക. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൻ്റെ പദ്ധതി ഒരുക്കി വെച്ചിരിക്കുക. ആ പദ്ധതിയെയാണ് ആളുകൾ റിജക്റ്റ് ചെയ്യുന്നത്. ഇനിയൊന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ പറഞ്ഞല്ലോ, യാക്കോബ് യേശാവ് രണ്ട് ക്യാരക്ടേഴ്സ് ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്നു. ദൈവം പറഞ്ഞു ഇവൻ ഒരുത്തൻ എന്ത് ചെയ്യും, വലിയവനാകും. അതുകൊണ്ടല്ല യേശാവ് ത്യജിക്കപ്പെട്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. യാക്കോബ് ഉപായിയായിരുന്നു, പക്ഷെ ആ ഉപായ സ്വഭാവം കൊണ്ടൊന്നുമല്ല അവൻ അനുഗ്രഹം പ്രാപിച്ചതും. അടിസ്ഥാനപരമായി യേശാവിൻ്റെ നേച്ചറാണ് അവൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നത്. നമുക്ക് പലപ്പോഴും യേശാവ് എന്ന ക്യാരക്ടറിനെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ സങ്കടം തോന്നി. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അവൻ എത്ര സത്യസന്ധനായിരുന്നു, അല്ലേ? അപ്പം പറഞ്ഞ് വേട്ടയിറച്ചി കൊണ്ടുതന്നെ അവൻ നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉടായ്പും കാണിക്കാതെ നേരെ പോയി കാട്ടിപ്പോയി എന്തിൻ്റെയോ മൃഗത്തിൻ്റെയൊക്കെ പുറകെ ഓടി അവസാനം ഒരെണ്ണത്തെ കിട്ടി, അതിനെ പിടിച്ച് കറി വെച്ച് വന്നപ്പോഴത്തേക്ക് വേറെ അനുഗ്രഹം പോയി കഴിഞ്ഞു. എന്നിട്ട് വന്നൊരു കരച്ചിൽ. ഞാൻ ഇത് വായിച്ചപ്പോ എനിക്കും തോന്നിയ സെയിം ഇതാണ്. കാരണം ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റു കളഞ്ഞു എന്ന് പറഞ്ഞ് ബൈബിളിൽ അത് പറയുന്നുണ്ട്. ജ്യേഷ്ഠാവകാശം വിറ്റു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാപമായിട്ട് പറയുമ്പോൾ, എന്നാ യാക്കോബാണ് ശരിക്കും അത് വിൽക്കാനായിട്ട് അവന്റെ ഫേവറേറ്റ് ഉപായം കണ്ടുപിടിച്ചത്. നിന്റെ തെറ്റിദ്ധാരണ. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയാമോ? യാക്കോബാണ് ജ്യേഷ്ഠാവകാശം ലഭിക്കേണ്ടതെന്നുള്ളത് ആ കുടുംബത്തിൽ ഈ പിള്ളേരുടെ ജനനത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാമോ? ആർക്കറിയാം? അമ്മയ്ക്കറിയാം, അല്ലേ? അമ്മ ഒന്ന് അപ്പനോട് പറഞ്ഞിട്ടുണ്ടോ
പറഞ്ഞു കാണും. 100% പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അത് എഴുതിയത്. അമ്മയ്ക്ക് അത് രഹസ്യമല്ലായിരുന്നു. അപ്പോൾ ആ കുടുംബത്തിന് അറിയാം ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ഇസഹാക്കിന് അറിയാം. ആക്ച്വലി ഇസഹാക്ക് എന്താ ചെയ്തെന്നറിയാമോ? ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇസഹാക്കിൻ്റെ ചിന്ത, എടാ നാട്ടുനടപ്പുണ്ട്. നാട്ടുനടപ്പ് എന്താണെന്നറിയാമോ? മൂത്ത മകന് ജ്യേഷ്ഠാവകാശം കൊടുക്കണം. ഇത് നാട്ടുനടപ്പാണ്. പക്ഷെ ദൈവം ഇപ്പം പറഞ്ഞിരിക്കുന്നത് നാട്ടുനടപ്പിനെതിരായിട്ട്. അപ്പോൾ ഇസഹാക്കിനൊരു ചിന്ത, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നാട്ടുനടപ്പല്ല നടക്കേണ്ടത്. അപ്പം നാട്ടുനടപ്പിനനുസരിച്ച് ഞാൻ ചെയ്യാമെന്നാണ് ഇസഹാക്ക് പ്ലാൻ ചെയ്തത്. പക്ഷെ അമ്മ എന്താ ചെയ്തത്? നമ്മൾ പറയും അമ്മ സൂത്രക്കാരിയായിരുന്നു. അല്ല, അമ്മയ്ക്കറിയാം ഇത് തെറ്റാ, ഈ അപ്പൻ ചെയ്യാൻ പോകുന്നത് തെറ്റാ. എന്ത് തെറ്റാ ചെയ്യാൻ പോകുന്നത്? അപ്പൻ തെറ്റ് ദൈവം പറഞ്ഞ പദ്ധതിക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പം അവൻ്റെ തലേ കൈവെക്കാൻ പോകുന്നത്. ഏശാവിനെയും തലകുത്തി നിന്നാലും, ഏശാവ് തലകുത്തി നിന്നാലും ഏശാവിന് അന്ന് വേട്ടമൃഗം കിട്ടത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ഇനിയും യാക്കോബിനെ അനുഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ യാക്കോബിൻ്റെ മേൽ അനുഗ്രഹത്തിന് പകരം അന്ന് ശാപം വീഴുമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സോവർജിനിറ്റി എന്ന് പറയും, ദൈവത്തിൻ്റെ പരമാധികാരത്തിനെതിരായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രീ ഡെസ്റ്റിനേഷൻ്റെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ പരമാധികാരമാണ്, അതിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. യാക്കോബ് തലകുത്തി നിന്നാലും അനുഗ്രഹം കിട്ടത്തില്ല. പിന്നെ എന്തുകൊണ്ട് അനുഗ്രഹം കിട്ടാനുള്ള കാരണം അവിടെ അവനാണ് അതിന് അർഹൻ. ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാക്ക് ചെയ്യേണ്ടിയിരുന്നത് യാക്കോബിനെ മാന്യമായിട്ട് വിളിച്ച് അവൻ്റെ തലയിൽ കവിച്ച് അനുഗ്രഹിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനൊരു മണ്ടൻ ബുദ്ധി ഇസ്ഹാക്കിന് തോന്നുമോ? മണ്ടൻ ബുദ്ധി. എന്ത് മണ്ടൻ ബുദ്ധി? വേട്ടയടച്ച് നിന്ന് സന്തോഷിച്ചിട്ട് എനിക്ക് അനുഗ്രഹിക്കണം. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പം അവിടെ ഭയങ്കര ഒരു ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നല്ലേ. അപ്പം പറയാം, മോനെ നീ എന്നെ സന്തോഷിപ്പിക്കാൻ നിന്നെ അനുഗ്രഹിക്കാം. അപ്പം ശരിക്കും എനിക്ക് നിന്നോട് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എൻ്റെ ഹൃദയത്തെ ശരിക്കും സന്തോഷിച്ചെങ്കിലേ എൻ്റെ വായി നല്ല വാക്കുകൾ വരത്തുള്ളൂ. പക്ഷെ സ്വർഗം അങ്ങനെ അനുഗ്രഹിക്കുന്നവനല്ല. സ്വർഗം ഫേവറിറ്റിസം വെച്ച് അനുഗ്രഹിക്കുന്നവനല്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ സ്വർഗം തീരുമാനിച്ചു അപ്പൻ്റെ ഫേവർ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ കൃപ കിട്ടിയവൻ അനുഗ്രഹിക്കപ്പെടുന്നു. ഇനി ഞാനതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. അമ്മ ചെയ്തത് അബ്സല്യൂട്ട്ലി ഷി വാസ് ഫുൾഫില്ലിങ് ദ വിൽ ഓഫ് ഗോഡ്. അവൾ കേട്ട ദൈവ സത്യം, ദൈവിക സന്ദേശം, അവൾ കേട്ട ദൂത് അവൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ ആക്ട് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ഇസ്ഹാക്കിനെ അവൾ രക്ഷിക്കുകയോ ചെയ്തത്. ദൈവഹിതത്തിന് വിരോധമായി ഓടാതെ ഇസ്ഹാക്കിനെ അവൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ ചെയ്തത്. അത് റിബേക്ക എന്ന സ്ത്രീയുടെ വിവേകമാണ് കാണിക്കുന്നത്. അവളുടെ കുടീലത അല്ലെങ്കിൽ അവളുടെ കുശഗ്ര ബുദ്ധിയല്ല അത് കാണിക്കുന്നത്, അവളുടെ വിവേകമാണ് കാണിക്കുന്നത്. ഒരു ഭാര്യ ദൈവഹിതപ്രകാരം തൻ്റെ ഭർത്താവിനെ എങ്ങനെ നയിക്കാം, അതാണ് നമ്മൾ റിബേക്കയിൽ കാണുന്നത്. അല്ലാതെ എന്താ പറഞ്ഞ് അന്നത്തെ സാമൂഹിക പശ്ചാത്തലം അനുസരിച്ച് റിബേക്കയ്ക്ക് ഭർത്താവിനോട് ഇത് പോയി പറയാൻ പറ്റത്തില്ല. അന്നത്തെ കുടുംബ പശ്ചാത്തലം അതാ. അവൾക്ക് നിഷേധിച്ച് പറയാനൊക്കത്തില്ല. പിന്നെ അവൾക്ക് ഇതേ ഉള്ളൂ മാർഗം. അവൾക്കറിയാം ദൈവത്തിന്റെ പദ്ധതി ഇതാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ആ ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യുക അവൾ ചെയ്യുന്നത്. അവളാണ് ദൂത് കേട്ടത്. ഇനി മറ്റൊരു കാര്യം, യേശാവിന് ഇനിയും ആ ജ്യേഷ്ഠാവകാശത്തിന് അർഹതയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 16-17 വാക്യമാണ് അതിനകത്ത് പറയുന്നത്. അവൻ തൻ്റെ ജ്യേഷ്ഠാവകാശം ഒരു ഊണിനു വേണ്ടി വിറ്റുകളഞ്ഞു. അവൻ തൻ്റെ ജ്യേഷ്ഠാവകാശം ഒരു ഊണിനു വേണ്ടി വിറ്റുകളഞ്ഞു. പിന്നത്തേതിൽ കരഞ്ഞ് നിലവിളിച്ചെങ്കിലും അവന് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചില്ല. അപ്പം യാക്കോബ് അല്ല കൾപ്രിറ്റ് ഏശാവാണ്. ഏശാവിൻ്റെ പ്രശ്നം എന്താ? ഏശാവിൻ്റെ പ്രശ്നം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വലിയ അനുഗ്രഹങ്ങളെ അവൻ വിറ്റുകളയുന്നവനാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇപ്പം ഈ ഒരു ജ്യേഷ്ഠാവകാശം വിറ്റില്ലായിരുന്നെങ്കിൽ ഫുൾഫിൽ ആവുമായിരുന്നോ? വിറ്റില്ലായിരുന്നുവെങ്കിൽ ഫുൾഫിൽ ആകുമായിരുന്നു എന്ന് ചോദിച്ചാൽ, മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തെന്ന്. എന്തുകൊണ്ട് ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ടെന്നാൽ ദൈവത്തിനറിയാം ഏശാവ് എന്ന് പറയുന്ന മനുഷ്യൻ
അവൻ്റെ ജ്യേഷ്ഠാവകാശം വിൽക്കുന്നവനാ. അവനെ അനുഗ്രഹിച്ചാലും നാളെ വേറെ ഒരു പായസത്തിന് വേണ്ടി അവനത് വിറ്റ് കളയും. യാക്കോബിനെ വിറ്റില്ലെങ്കിൽ പോലും അവൻ വേറെ ആർക്കെങ്കിലും പോയി അത് വിറ്റ് കളയും. കാരണം രൂപൻ എന്ന് പറയുന്ന മനുഷ്യനെ അറിയാം അല്ലേ? രൂപൻ്റെ ജ്യേഷ്ഠാവകാശം എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയാമോ? യാക്കോബ് അവനെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അനുഗ്രഹമാണ്, പക്ഷേ കൊടുത്ത ശാപമാണ്. എന്തോ സ്റ്റേറ്റ്മെൻറ്റ്? രൂപനെ അനുഗ്രഹിച്ചപ്പോൾ യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത്, രൂപനെ നീ വെള്ളം പോലെ തുളുമ്പുന്നവനാ, നീ ശ്രേഷ്ഠനാകത്തില്ല. ഇതാ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. എന്തുകൊണ്ട് ശ്രേഷ്ഠനാകത്തില്ല? എന്തുകൊണ്ടാണ് ഏശാവെ നീ ശ്രേഷ്ഠനാകാത്തത്? ഏശാവും രൂപനും ഒരേ ക്യാരക്ടറാണ്. രണ്ടുപേരും വെള്ളം പോലെ തുളുമ്പുന്നവരാ. വെള്ളം പോലെ തുളുമ്പുന്നതെന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? They do not have emotional, what we can say, control or stability. They do not have emotional stability. അപ്പോൾ ശ്രേഷ്ഠനാകണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം. ഞാൻ പറയാം, ഒത്തിരി ദൈവദാസന്മാർക്ക് പറ്റുന്ന പരാജയം എന്താണെന്നറിയാമോ? ദേ ഹാവ് എ ബിഗ് കോൾ. ഒത്തിരി വലിയ ശുശ്രൂഷയുണ്ട്, വിളിയുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരുടെ ശുശ്രൂഷ അവർ വിറ്റുകളയും. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളയും. പക്ഷേ യാക്കോബ് വിൽക്കത്തില്ല. യാക്കോബിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? യാക്കോബ് ഒരു അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി രാത്രി ദൂതനോട് മല്ല് പിടിച്ചല്ലയോ? ആരോടാ? ദൈവത്തോട് മല്ല് പിടിച്ചെന്ന ഹോശയ 12 പറയുന്നത്. രാത്രി മുഴുവൻ ദൂതൻ എന്നെ ആരോഗ്യം കുറവാന്നോ? അവസാനം ദൂതൻ പറഞ്ഞുകൊണ്ട് എന്നെ വിടത്തില്ല. ഈ രണ്ട് ക്യാരക്ടറിനെ ഒന്ന് കമ്പയർ ചെയ്തേ. ഒരുത്തൻ ഒരു പായസത്തിന് വേണ്ടി അനുഗ്രഹം വിൽക്കുന്നവൻ, വേറെ ഒരുത്തൻ രാത്രി മുഴുവൻ അനുഗ്രഹത്തിന് വേണ്ടി മല്ല് പിടിക്കുന്നവൻ. ഇനി പ്രഭാതമായപ്പോൾ ദൂതൻ കൈ നീട്ടി യാക്കോബിൻ്റെ കാലിൻ്റെ തുടയൊന്ന് തൊട്ടു. ഒന്ന് തൊട്ടതേ ഉള്ളൂ, ഉളുക്കിപ്പോയി. അന്ന് മുതൽ യാക്കോബ് മുടന്തനായിട്ടാണ് നടക്കുന്നത്. നടക്കാൻ വയ്യ. കുറച്ച് മുമ്പേ ഭാര്യയും പിള്ളേരും കണ്ടത് നല്ല ചുടുചുടുക്കോട് നടക്കുന്ന യാക്കോബിന് ഇപ്പം എന്താണ് ചട്ടി മുടന്തി വരുന്നു. ചോദ്യം, എന്താ സംഭവിച്ചത്? യാക്കോബ് പറയും, ഇന്നലെ രാത്രി മുഴുവൻ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തതാ. മുട്ട ഉളുക്കിയിട്ടും അല്ലെങ്കിൽ തുട ഉളുക്കിയിട്ടും വിട്ടുകൊടുത്തില്ല. ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി, ഇവനെ അനുഗ്രഹിക്കാൻ കൊള്ളാം, കാരണം ഇവൻ കാൽ ഉളുക്കിയാണെങ്കിലും അനുഗ്രഹം വാങ്ങിക്കുന്നവനെ കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടുത്തത്തില്ല. ഇതാ വ്യത്യാസം. എന്തുകൊണ്ടാണ് ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തത്? ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിനറിയാം ഒരുത്തൻ അനുഗ്രഹം വിറ്റ് കളയുന്നവനാണ്, ഒരുത്തൻ അനുഗ്രഹത്തിന് വേണ്ടി രാത്രി മുഴുവൻ മല്ല് കിട്ടുന്നവനാണ്. അപ്പോൾ ഇനി സ്റ്റെഫി പട ആരെയാ തിരഞ്ഞെടുക്കേണ്ടത്? ഒരു പായസത്തിന് വേണ്ടി അനുഗ്രഹം വിറ്റവനെയാണ്. ഒരു പായസത്തിന് അനുഗ്രഹം വിൽക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ആ യേശാവ് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. യേശാവ് ഇങ്ങനെ വേട്ടയൊക്കെ ആടി ക്ഷീണിച്ച് വരുമ്പോൾ യാക്കോബ് നല്ല പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സ്മെല്ല് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് യേശാവ് പറഞ്ഞു, ഇച്ചിരി എനിക്ക് താടാ. യാക്കോബ് ബുദ്ധിമാനാണ്, യാക്കോബിന് പഴയ ദൂതറിയാം. യാക്കോബ് പറഞ്ഞു, ഒരു കാര്യം ചേട്ടാ, ആ ജ്യേഷ്ഠാവകാശം ഇങ്ങനെ എഴുതിത്താ. സത്യത്തിൽ യേശാവ് മിടുക്കനാണെങ്കിൽ പറയണം, എടാ ഒരു പായസം കുടിച്ചിട്ടില്ല എന്ന് കണ്ട് എനിക്കൊരു നഷ്ടവും ഉണ്ടാകത്തില്ല. ഞാൻ എന്താടാ ഒരു പായസം കുടിച്ചില്ലെന്ന് പറഞ്ഞ് ചത്തു? ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞ് മരിച്ചു പോകുമോ? ലോക ചരിത്രത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ല. എന്നിട്ട് യേശാവ് എന്താ പറയുന്നത് അറിയാമോ? എനിക്ക് ഈ ജ്യേഷ്ഠാവകാശം എന്തിനാ? ഭക്ഷണം കഴിച്ചില്ലേ ഞാൻ ചത്തുപോകും എന്ന് പറഞ്ഞാൽ അവൻ രൂപനെ പോലെ ഇമോഷണൽ ലൈഫിൽ നിയന്ത്രണമില്ലാത്തവൻ. അനേക ദൈവമക്കൾ, ദൈവദാസന്മാരുടെ പരാജയം ഇവിടെ. അവർക്ക് വലിയ വിളിയുണ്ട്, പക്ഷേ അവരെന്ത് ചെയ്യുന്നറിയാമോ? ചെറിയ ചെറിയ വിഷയങ്ങളിൽ ബഹളമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി അവരുടെ ശുശ്രൂഷ നശിപ്പിക്കും. ഉദാഹരണം ഞാൻ പറയാം. ഒരു നല്ല പാസ്റ്റർ കേട്ടോ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്, നല്ല കോളാണ്, നല്ല കൃപാവരമാണ്, പക്ഷേ ഇമോഷണൽ ലൈഫിൽ കൺട്രോൾ ഇല്ല പുള്ളിക്കെതിരെ ആരെങ്കിലും ഒന്ന് ചീത്ത വിളിച്ചു, പുള്ളിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വന്നിട്ട് പുള്ളി 10 തെറി അവിടെ തന്നെ വെച്ച് അവർക്കെതിരെ വിളിച്ചു. എന്ത് സംഭവിച്ചു? ഇവൻ്റെ തെറി വിളിച്ചതെല്ലാം കൂടെ ആളുകൾ റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുത്തു. ഇപ്പം ഈ ആളിനെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത്? തെറി വിളിക്കാരൻ പാസ്റ്റർ. ശുശ്രൂഷ മുഴുവൻ പോയില്ലേ? എന്തുകൊണ്ടാണ് ശുശ്രൂഷ പോയത്? ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടല്ല, അല്ല. വിളി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. അവൻ്റെ ഇമോഷണൽ ലൈഫിൽ അവന് കൺട്രോൾ ഇല്ല. വെള്ളം പോലെ തുളുമ്പുന്നവനാ. വചനം എഴുതി, നീ ശ്രേഷ്ഠനാകത്തില്ല. സോ ആരൊക്കെ ഇന്ന് രാത്രി ഈ വചനം അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ കേൾക്കുന്നുവോ, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആത്മിക ശുശ്രൂഷയിൽ നിങ്ങൾ ഉന്നതനായി തീരണമെങ്കിൽ നിങ്ങളൊരു ഇമോഷണൽ ക്രിയേച്ചർ ആകരുത്. യു ഷുഡ് ഹാവ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. നിങ്ങളുടെ വികാരങ്ങൾ എന്ത് പറയണം, എന്ത് പറയരുത്, ഒരു ദേഷ്യത്തിന് എന്തെങ്കിലും വിളിച്ചു പറയുക, വാദിക്കുക, തർക്കിക്കുക, കലഹിക്കുക, ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള വ്യക്തിയെ പിശാചിനെ വീഴ്ത്താൻ എളുപ്പമാണ്. ഇതാണ് ഏശാവിന് പറ്റിയത്.
അപ്പോൾ ഏശാവ് സത്യത്തിൽ ദൈവം തീരുമാനിച്ചത് കൊണ്ടല്ല, അവൻ്റെ ഭാവി അവൻ്റെ മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ട് അവൻ തന്നെ ഒപ്പിട്ടു, അവൻ തന്നെ മുദ്ര വെച്ചു. ദൈവം ഓൾറെഡി ദൈവത്തിന് അറിയാം കേട്ടോ, ഞാൻ പിന്നെയും ആവർത്തിക്കാം. ഇറ്റ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ്, ബട്ട് ഇറ്റ് ഈസ് ദ ഫോർ നോയിങ് അല്ലേ, ദൈവത്തിൻ്റെ മുന്നറിവിൽ അതുണ്ട്, ദൈവത്തിന് അറിയാം. പക്ഷെ അത് ദൈവം കയറി പറഞ്ഞില്ല, നീ ഇങ്ങനെ ആകത്തുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. ദൈവം അവസരം ഇഷ്ടം പോലെ കൊടുത്തു. എല്ലാ കിട്ടിയ അവസരങ്ങളിലും അവൻ ഓരോ അവസരവും അവൻ മത്സരിച്ചു കൊണ്ടിരുന്ന് തെളിയിക്കാൻ. എന്ത് തെളിയിക്കാനാ? കർത്താവെ, നിന്റെ തിരഞ്ഞെടുപ്പിന് ഞാൻ യോഗ്യനല്ലെന്ന് തന്നെത്താൻ തെളിയിച്ചു കൊടുത്തു. ഇനി ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പോലും പറയാൻ പറ്റത്തില്ല, കർത്താവെ, ഞാൻ ഇന്ന് നരകത്തിൽ പോകുന്നത് നീ പ്രീ ഡെസ്റ്റൈൻ ചെയ്തത് കൊണ്ടാണ്, നീ മുന്നമേ തന്നെ എന്നെ എന്ത് ചെയ്തു, നരകത്തിൽ പോകാൻ ഡെസ്റ്റൈൻ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നരകത്തിൽ പോകുന്നത്. ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ, ഗോഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ് അല്ലേ, നീതിമാനാകുന്ന ന്യായാധിപനാ. ദൈവത്തിന് അങ്ങനെ പിടിച്ചോണ്ടേ നരകത്തിലിടാൻ ഒക്കത്തില്ല. ദൈവത്തിന് പ്രൂവ് ചെയ്യണം അങ്ങനല്ലെന്നുള്ളത്. യു നോ വാട്ട് വിൽ ഹാപ്പൻ? യു നോ, ദൈവം അവൻ്റെ ജനിച്ചപ്പം മുതൽ അവൻ മരിച്ചപ്പം വരെയുള്ള എവിഡൻസ് കൊടുക്കും. എന്ത് എവിഡൻസാണ്? അവൻ്റെ ആക്ഷൻസിലൂടെ, അവൻ്റെ തീരുമാനങ്ങളിലൂടെ അവൻ തെറ്റായ തിരഞ്ഞെടുപ്പെടുത്ത ഒത്തിരി സന്ദർഭങ്ങൾ ദൈവം കാണിച്ചു കൊടുക്കും. അവന് ദൈവം കൊടുത്ത 100 കണക്കിന് അവസരങ്ങൾ ദൈവം അവനെ കാണിച്ചു കൊടുക്കും. ആ പാസ്റ്റർ അവനോട് പ്രസംഗിച്ചത്, ആ വചനം അവന് കിട്ടിയത്, ആ വചനം അവൻ വായിച്ചത് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയും, ഈ സമയങ്ങളിലൊക്കെ ഐ വാസ് ട്രൈങ് ടു സേവ് യു, ഐ വാസ് ട്രൈങ് ടു ഗിവ് യു അനദർ ചാൻസ്, പക്ഷെ നീ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അവൻ അവിടെ മുട്ടുമടക്കിയിട്ട് പറയും, എന്ത് പറയും? കർത്താവേ, ഞാൻ തന്നെയാണ് അതിൻ്റെ കാരണം. ഇറ്റ്സ് നോട്ട് യുവർ ഡിസിഷൻ, it's my own decision. You know, my salvation, it got affected by my own free will. എൻ്റെ ഫ്രീ വില്ല് കൊണ്ടാണ് എൻ്റെ സാൽവേഷൻ അഫക്റ്റ് ആയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവൻ തന്നെ അക്സെപ്റ്റ് ചെയ്യും. വചനപ്രകാരം ഉണ്ടല്ലോ, വേദപുസ്തകത്തിലെ വാക്യമല്ലേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റുപറയും യേശു ക്രിസ്തു കർത്താവ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അതിൻ്റെ അർത്ഥം ഇന്ന് യേശുവിനെ സ്വീകരിക്കാത്തവർ പോലും ആ ജഡ്ജ്മെൻറ്റ് ട്രോണിൻ്റെ മുമ്പിൽ അവസാനം പറയുന്നതാ അത്, we acknowledge that you are Lord, there is no other Lord. അപ്പോൾ അതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ ഫൈനൽ. ഒരുത്തൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ വാ കൊണ്ട് തന്നെ ഞാൻ കുറ്റം ചെയ്തു, ഞാൻ നരകത്തിന് യോഗ്യനാണെന്ന് അവനെ കൊണ്ട് പറയിച്ചിട്ടാണ് അവനെ നരകത്തിലിടുന്നത്. അപ്പോൾ അവിടെ അവന് വേറെ ഒരു ആർഗ്യുമെൻറ്റും ഇല്ല, അവൻ ടോട്ടലി ഫെയിൽ ആയിരിക്കുന്നു. സോ ദിസ് ഈസ് ദ തിങ്. ഐ തിങ്ക് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ സ്റ്റെഫിക്ക് കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. Any other thoughts you have? ഇല്ല, ഞാനപ്പം എനിക്ക് ലാസ്റ്റിൽ ഫൈനലി ചോദിക്കാൻ ഇതാണ്, ഇപ്പം പ്രീ ഡിറ്റംഡ് ആണെന്ന് പറഞ്ഞു. പ്രീ ഡിറ്റംഡ് എന്ന് പറഞ്ഞാൽ ഡിറ്റംഡ് അല്ല, അല്ല, അതെ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്കൊരു ചാൻസ് തന്നു, അതായത് ഫ്രീ വിൽ ചാൻസ് തന്നു. അപ്പം നമ്മളിപ്പം അത് അറിഞ്ഞിട്ട് ഒരു ചാൻസ് തന്നിട്ട് നമ്മളത് തെരഞ്ഞെടുക്കുവാന്ന് വിചാരിച്ചോ, അപ്പം ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ്, നമ്മൾ ഇങ്ങനെ ഐ മീൻസ് പ്രീഡെസ്റ്റിൻഡ് ആണ്, ഓക്കെ ഇന്ന ആള് ഇന്നതാണ്, ഇന്ന ആൾ ഇന്നതാണെന്ന്. അപ്പം നമ്മൾ ആ ചാൻസ് തന്നിട്ട് നമ്മുടെ ഫ്രീ വില്ല്, ഓക്കെ ഞാനൊരു ഫ്രീ വില്ല് കൊടുക്കുമ്പോൾ അവൻ അക്സെപ്റ്റ് ചെയ്യും, അപ്പം ഞാൻ എന്താ പറയാ, ഞാൻ അവനെ രക്ഷിക്കും. ഇങ്ങനെ ഒരു ഡിറ്റർമിനേഷനിലായിരിക്കുമല്ലോ നമ്മളെ സേവ് ആവുന്നത്. മോളെ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ കൊടുക്കുന്നു. God calls everybody, but only few will respond. Those who are selected or elected, ദൈവത്തിന് അറിയാം ആരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. അത് ദൈവത്തിൻ്റെ കുറ്റമല്ല. ഒരുത്തൻ റെസ്പോണ്ട് ചെയ്യത്തില്ലെന്ന് ഓർത്തുകൊണ്ട് ദൈവം അവസരങ്ങൾ കൊടുക്കാതിരിക്കത്തില്ല. മനസ്സിലായി? ദൈവം റെസ്പോണ്ട് ചെയ്താലും ഇല്ലെങ്കിലും അവന് അവസരം കൊടുക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി തീരുമാനം അവൻ്റേതാണ്. നന്മ തിരഞ്ഞെടുക്കണോ, തിന്മ തിരഞ്ഞെടുക്കണമോ, ശാപം തിരഞ്ഞെടുക്കണമോ, അനുഗ്രഹം തിരഞ്ഞെടുക്കണമോ, അത് അവൻ്റെ ഡിസിഷനാ. അവൻ ഡിസൈഡ് ചെയ്യുന്നു, ഞാൻ നന്മയുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. അങ്ങനെ ഡിസൈഡ് ചെയ്ത വ്യക്തിയെ ദൈവത്തിന് പോലും വെളിയിലടക്കാൻ പറ്റത്തില്ല. അതാ വചനം പറഞ്ഞത്, ഹീബ്രു ചാപ്റ്റർ 6 എന്താ പറയുന്നത്? എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ കാര്യം നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണെന്നാണ് പറയുന്നത്. ദൈവത്തിന് ഭോഷ്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് അവിടെ പറയുന്നത്. ആ വാക്യം വായിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന് ഭോഷ്ക് പറയാൻ പറ്റാത്ത ഈ കാര്യം നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണെന്ന് വായിക്കുമ്പോൾ എനിക്കത് ബ്ലാസ്ഫേമി ആയിട്ട് തോന്നും, ദൈവനിഷേധമായിട്ട്, ദൈവദൂഷണമായിട്ട് തോന്നും. ദൈവം ഭോഷ്ക് പറയുമോ?
എബ്രായ ലേഖന കർത്താവ് അത്ര കട്ടിയുള്ള പദം എന്തിനാ ഉപയോഗിച്ചത്? എബ്രായർ 6 അവസാന വാക്യങ്ങൾ അതെ, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആത്മാവിന്റെ ഒരു നങ്കൂരം. നാം ശരണത്തിനായി ഓടി വന്നിട്ടല്ലേ? ഒന്ന് വായിച്ചേ. ദൈവം അബ്രാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ആ വാക്യങ്ങളല്ലേ എബ്രായ ലേഖനം 6 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളാണ്. ഹീബ്രു ചാപ്റ്റർ 6 അവസാനത്തെ വാക്യങ്ങളാ. അതെ, 13 മുതൽ ഉള്ള വാക്യം ഞാൻ വായിച്ചത്. ഓക്കെ, അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്നു നാം മാറിപ്പോകാതെയും നാം ശരണത്തിനായി ഓടി വന്നു. ഒരു നിമിഷം, ആരുടെ അടുക്കലാണ് നാം ശരണത്തിനായി ഓടി വന്നത്? യേശുവിന്റെ അടുക്കൽ അല്ലേ? കർത്താവേ, എന്നെ രക്ഷിക്കണം, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എനിക്ക് നിത്യത വേണം, എനിക്ക് നന്മ മതി എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. ഫിന്നി പറയുകയാണ്, എനിക്ക് നരകം വേണ്ടാന്ന്, എനിക്ക് സ്വർഗം മതി, എനിക്ക് എൻ്റെ യേശുവിനെ മതി. അത് മാറ്റർ അല്ല ദൈവം എന്താ ഡിസൈഡ് ചെയ്തെന്നുള്ളത്. ദൈവത്തിൻ്റെ പ്രീ ഡെസ്റ്റിനേഷൻ, ഐ എം നോട്ട് bothering about the predestination of God. I do not know what exactly God have. I do not want to say decided, but God have that knowledge in his heart. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താ പദ്ധതി എന്ന് എനിക്കറിയത്തില്ല, എനിക്കതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട, കാരണം എന്നോടത് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നോട് ദൈവം പറഞ്ഞു, നീ എന്നെ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന്. ഞാനത് കേട്ടു. ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ നിന്നെ വിശ്വസിക്കാം. ഞാൻ ചൂസ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ചൂസ് ചെയ്തതുകൊണ്ട്, ഞാൻ കർത്താവിൻ്റെ അടുക്കൽ ഓടി വന്നതുകൊണ്ട്, അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഓടി വന്ന് നാം മാറിപ്പോകാതെയും ദൈവത്തിന് ഫോഷ്കു പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങൾ. മാറിപ്പോകാത്തത്, നോബഡി ഇർറിവോക്കബിൾ ആ കേട്ടോ. മാറിപ്പോകാത്തത് എന്ന് പറഞ്ഞാൽ എന്താ? നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. ഇറ്റ് ഈസ് ഇർറിവോക്കബിൾ. യേശുവിനെ സ്വീകരിച്ച് രക്ഷ പ്രാപിച്ച വ്യക്തിയുടെ സാൽവേഷൻ ഇർറിവോക്കബിൾ ആണ്. അപ്പൊ ദൈവത്തിന് പറയാൻ പറ്റത്തില്ല, ഓ പ്രീ ഡിസ്റ്റൈൻഡ് അല്ലെന്ന്. യു ആർ പ്രീ ഡിസ്റ്റൈൻഡ്, ദാറ്റ്സ് വൈ യു ചൂസ് ഹിം. നമ്മൾ തിരഞ്ഞെടുത്തു. അപ്പോൾ ഡിസിഷൻ നമ്മുടേതാ അല്ലേ? നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പോലും ഖണ്ഡിക്കത്തില്ലെന്ന് അതിന്റെ അർത്ഥം. ഒന്ന് വായിച്ചേ, മുന്നോട്ടൊന്ന് വായിച്ചേ. ദൈവത്തിന് ഭോഷ്ക് പറയാൻ, അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാതെയും ദൈവത്തിന് ഫോഷ്കു പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. ഞാൻ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരമാ അല്ലേ? ഈ ലോക സാഗരത്തിൽ, ഈ ലോക സാഗരത്തിൽ പോകുന്ന നമ്മുടെ കപ്പലിന് നങ്കൂരമായി വിശ്വാസം. കാറ്റ് വന്നാലും പ്രതികൂലം വന്നാലും ഈ കപ്പൽ ഉലയാതെ നിൽക്കുന്നത് ഈ ഒരു ഫെയ്ത്താ. എന്താ ഫെയ്ത്ത്? ദൈവത്തിന് പോലും മാറ്റി പറയാൻ പറ്റത്തില്ല. ഇഫ് സംബഡി സെഡ് ദാറ്റ് ഐ ഗോട്ട് ക്ലെൻസ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ കഴുകൽ പ്രാപിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് പോലും ഇറക്കി വിടാൻ പറ്റത്തില്ല. മനസ്സിലായോ? That much powerful is the salvation through Jesus Christ. അപ്പോൾ പ്രീ ഡെസ്റ്റിനേഷൻ എന്നതിനേക്കാൾ അധികമായിട്ട് ഫ്രീ വിൽ. നമ്മൾ തിരഞ്ഞെടുത്തു, യേശുവിനെ തിരഞ്ഞെടുത്തു. ഇനി അങ്ങനല്ല, നമ്മളോട് നേരത്തെ പറയുക യു ആർ നോട്ട് ഡെസ്റ്റിൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. പിന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമില്ല. അതുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്താത്തത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നതൊക്കെ എല്ലാം ദൈവത്തിന് അറിയാം കേട്ടോ. എന്താ നമ്മുടെ ഭാവി, ഇതെല്ലാം ദൈവത്തിനറിയാം. നാളെ ഞാൻ എന്താകും, ഇത് ദൈവത്തിനറിയാം. അറിയത്തില്ലെങ്കിൽ ദൈവമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലയോ? ദൈവത്തിന് അറിവിൽ ലിമിറ്റേഷൻ ഉണ്ട്. ദൈവമായതുകൊണ്ട് ദൈവത്തിന് അറിയാം. പക്ഷേ ദൈവം അത് എന്നോട് നേരത്തെ പറയത്തില്ല. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് 10 വർഷം കഴിയുമ്പോൾ എൻ്റെ മിനിസ്ട്രി എന്താകും, എൻ്റെ പൊസിഷൻ എന്താകും എന്നറിയാൻ. ഞാൻ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം പറയുമ്പോൾ എല്ലാം ഞാൻ വെളിപ്പെടുത്തത്തില്ല. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള സുഖം എന്താ? നമുക്കറിയാം അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി എല്ലാ സ്ക്രിപ്റ്റും അങ്ങ് വായിച്ചു. തിരക്കഥ മുഴുവൻ നമുക്കറിയാം. എല്ലാ സ്ക്രിപ്റ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പിന്നെ ജീവിക്കാൻ സുഖമുണ്ടോ? പിന്നെ ജീവിതത്തിൻ്റെ ആ ഒരു എന്താ അതിന് പറയുന്നത്, ത്രില്ല്, ആ ഒരു അല്ലേ, സ്റ്റോറിയുടെ എൻഡ് വായിച്ച് നമുക്ക് സ്റ്റോറി മനസ്സിലായതുപോലെ നമുക്ക് പിന്നെ അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? ജീവിക്കാനുള്ള ആ ഒരു ത്രില്ല് നഷ്ടപ്പെടുകയാണ്. സസ്പെൻസ് ഇല്ല നമ്മുടെ ജീവിതത്തിൽ. പിന്നെ ഇപ്പൊ നമ്മളൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു കഥ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഫൈനൽ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ സസ്പെൻസ് ഇല്ല. ഉണ്ടോ? സ്റ്റെഫി ഒരു കഥപുസ്തകം വായിക്കാനിരുന്നു. അപ്പൊ നേരത്തെ വായിച്ചിട്ടുള്ള ജിലേഷ് നേരത്തെ തന്നെ സ്റ്റോറി പറയാൻ തുടങ്ങി. സ്റ്റെഫി എന്തോ പറയും? ഒന്നും പറയണ്ട, ഞാൻ വായിച്ചു തീർക്കട്ടെന്ന് പറയും ഇല്ലയോ? നേരത്തെ തന്നെ സ്റ്റെഫി എനിക്കറിയാം അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ സസ്പെൻസ് അങ്ങ് പോയില്ലേ?
ഇതുപോലെ ദൈവം നമ്മൾ കടന്ന് പപ്രാളം പിടിച്ച് ചോദിക്കും, കർത്താവേ എനിക്ക് ആ ജോലി കിട്ടുമോ, ഈ ജോലി കിട്ടുമോ. ഞാനിപ്പം ഡാനിയുടെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അവനെ കർത്താവെ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, വെളിപ്പെടുത്തണം. ഇന്നലെ രാത്രി ഐ വാസ് പ്രേയിങ്, ഗോഡ് ടോൾഡ് മീ ദ സെയിം തിങ്. ദൈവം പറഞ്ഞു, മോനെ എല്ലാം ഐ ഹാവ് ഡിസൈഡഡ് ഫോർ ഹിം. ഞാൻ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുക, പക്ഷേ ഞാനിതിപ്പോൾ വെളിപ്പെടുത്തത്തില്ല. വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ നിനക്ക് ജീവിക്കാനുള്ളൊരു ത്രില്ലില്ല, നിനക്കിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലുമില്ല. പിന്നെ ഒരു റോബോട്ട് ചലിക്കുന്നത് പോലെ നീ അങ്ങ് ചലിച്ചാൽ മതി. യുവർ ലൈഫ് ഈസ് നോട്ട് റോബോട്ടിക്. നമ്മുടെ ജീവിതം ഒരു റോബോട്ടിനെ പോലല്ല ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്, സ്വിച്ച് ഇടുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന. നോ, ദൈവം നമ്മളെ ഒരു ഫ്രീ വില്ലോടാണ് മൂവ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് അവർ ഡിസിഷൻ. നമ്മൾ തീരുമാനമെടുക്കണം. എന്താ തീരുമാനമെടുക്കേണ്ടത്? കർത്താവ്, ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ, ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കും, ഞാൻ യേശുവിൻ്റെ കരം പിടിക്കും. അങ്ങനെ പിടിച്ചവരെ ദൈവത്തിന് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബോഷ്ക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് പോലും അവൻ്റെ ആ സാൽവേഷനെ ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഇറിവോക്കബിൾ. സോ ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാൽവേഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ ഡിസിഷനിലാണ്. കാൽവിൻ തന്നെ അതാ പഠിപ്പിച്ചത് കേട്ടോ. കാൽവിൻ തന്നെ അതാ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കാൽവിൻ അക്ഷരാർത്ഥത്തിൽ കാൽവിനിസ്റ്റ് അല്ലായിരുന്നു. കാൽവിൻ്റെ ശിഷ്യന്മാരാണ് കാൽവിനിസം ഉണ്ടാക്കി അതിനെ ഇന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ സത്യത്തിൽ കാൽവിനിസം പ്രബലമല്ല, നിയോ കാൽവിനിസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കൂടുതൽ പ്രബലമായിരിക്കുന്നത്. ഇന്നുള്ള രൂപത്തിൽ കാൽവിനിസത്തെ കൊണ്ടെത്തിച്ചത് കാൽവിൻ്റെ അനുയായികളാണ്. അപ്പോൾ നോർമൽ നമ്മുടെ പെന്തിക്കോസ്റ്റൽ ട്രഡീഷൻ, പെന്തിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ വിശ്വസിക്കുന്നത് അർമീനിയസിൻ്റെ ഒരു തിയറിയാണ്. അത് ബാലൻസ്ഡ് ആണ്. അതിനെക്കുറിച്ച് നല്ല നല്ല എഴുത്തുകളുണ്ട്. ഞാൻ എപ്പോഴും മെയിൻ സ്ട്രീം ചർച്ചകൾ എന്താ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. മെയിൻ സ്ട്രീം ചർച്ചകൾ എന്ന് പറയുമ്പോൾ പെന്തിക്കോസ്റ്റൽ വലിയ വലിയ ചർച്ചകൾ, അസംബ്ലീസ് ഓഫ് ഗോഡിനെ പോലെയുള്ള, ചർച്ച് ഓഫ് ഗോഡിനെ പോലെയുള്ള ലോകവ്യാപകമായിട്ടുള്ള വലിയ വലിയ പെന്തിക്കോസ്റ്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവർക്കൊക്കെ ഒരു ഡോക്ട്രിനൽ സ്റ്റാൻഡ് എപ്പോഴും ഉണ്ടാകും. ചെറിയ സംഘടനകളല്ലല്ലോ. അവർക്ക് ലോകത്തോട് പറയണം വാട്ട് ദേ ബിലീവ് എന്നുള്ളത് ലോകത്തോട് പറയണം. അപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയൊക്കെ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർ ക്ലിയറായിട്ട് പേപ്പർ എഴുതിയിട്ടുണ്ട് വാട്ട് ദേ ബിലീവ് അബൌട്ട് പ്രീ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടെ വളരെ ക്ലിയറാണ്. അപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പേപ്പർ അവർ പറഞ്ഞിരിക്കുന്നത് അവർ പ്രീ ഡെസ്റ്റിനേഷനിൽ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? പ്രീ ഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ ദൈവമല്ല, ദൈവത്തിന് സോവർജിനിറ്റി ഇല്ല, ദൈവത്തിന് പരമാധികാരമില്ല, ദൈവം ദുർബലനാണെന്ന് വരും അല്ലേ. ദൈവത്തിൻ്റെ ശക്തിക്കും ദൈവത്തിൻ്റെ പരമാധികാരത്തിന് ലിമിറ്റ് ഉണ്ടെന്ന അർത്ഥം. എന്ത്? പ്രീ ഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ. ദൈവമായതുകൊണ്ട് പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ടാകണം. അറ്റ് ദ സെയിം ടൈം ദൈവം ഫ്രീ വില്ലും തന്നിരിക്കുന്നു. ദൈവം എന്ത് സംഭവിക്കുന്നു നമ്മളോട് വെളിപ്പെടുത്താതെ നമ്മളെക്കൊണ്ട് സാഹചര്യങ്ങളെ ഫേസ് ചെയ്യിച്ച് തീരുമാനങ്ങൾ എടുപ്പിച്ച് മനുഷ്യനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ദൈവം ഫ്രീ വില്ലും നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ട്രിൻ ബാലൻസ്ഡ് ആണ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാം. കാൽവിനിസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫിലോസഫിക്കൽ സ്ട്രക്ചറാണ്. കാൽവിനിസം ഒരു വലിയ ഫിലോസഫിക്കൽ സ്ട്രക്ചറാണ്. അല്ലെങ്കിൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവരുടെ പഠിപ്പീര്, നമുക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പഠിപ്പീര്, അതൊരു വലിയ ഫിലോസഫിക്കൽ സ്ട്രക്ചറാണ്. എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനുഷ്യന് മനസ്സിലാക്കാൻ വയ്യാത്തൊരു വലിയ നക്ഷല് തുറക്കുന്നത് പോലെ. ആദ്യം ദൈവം എന്താ, ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്താ, ഇങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് സോ ഇറ്റ് ഈസ് പ്രീ ഡെസ്റ്റൈൻഡ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ്. എന്നാൽ അർമീനിയസം എന്ന് പറയുന്നത്, നമ്മളൊക്കെ വിശ്വസിക്കുന്ന അർമീനിയൻ എന്താ പറഞ്ഞ തിയോളജി എന്ന് പറയുന്നത്, അത് സിമ്പിളാണ്. കാൽവിനിസം വലിയ ഫിലോസഫിക്കൽ കോംപ്ലക്സിറ്റി ഉള്ള ഒരു തിയോളജി. അർമീനിയൻ തിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താ സിമ്പിൾ എന്നറിയാമോ? ഇതിനെ ഫിലോസഫി കൊണ്ട്, ഇതിനെ തിയോളജി കൊണ്ട് കോംപ്ലക്സ് ആക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇതിനെ വളരെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന, സാധാരണക്കാരന് ഡേ ടു ഡേ ലൈഫിൽ ദൈവത്തോടുള്ള അപ്രോച്ച് എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കാവുന്ന ഭാഷയിലാണ് നമ്മൾ വിശ്വസിക്കുന്ന പ്രീ ഡെസ്റ്റിനേഷനും ഫ്രീ വില്ലും അർമീനിയൻ തിയോളജി പഠിപ്പിക്കുന്നത്. ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളാണ്. ഒന്നങ്ങ് എന്താ പറയുക, എക്സ്ട്രീമിസം അല്ലേ. മറ്റേതെന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ട്രിൻ. ഞാൻ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് സോ സിമ്പിൾ. ക്രിസ്തീയ വിശ്വാസം വളരെ സിമ്പിളാണ്. ഡു നോട്ട് ട്രൈ ടു മേക്ക് ഇറ്റ് കോംപ്ലക്സ്. ഞാൻ പറഞ്ഞത് കേട്ടോ സ്റ്റെഫി? നമ്പർ ഓഫ് പീപ്പിൾ ദേ കമ്മിറ്റ് ദാറ്റ് മിസ്റ്റേക്ക്. സ്റ്റെഫി, നെറ്റ്വർക്ക് ഓക്കെ ആണോ? ആർ യു ദേർ?
I think there is some problem with Steffi's network. Anyway, let me conclude with that verses. Steffi, can you hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? No, I didn't hear that last. Last ഞാൻ കേട്ടില്ല. Okay, what I was trying to say, you know, Christian faith is a simple faith. Do not try to make it complex. So we want to, എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു, ക്രിസ്ത്യൻ തിയോളജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷെ തിയോളജിയൻസ് എല്ലാം കൂടി അതിനെ അങ്ങ് കോംപ്ലക്സ് ആക്കി. മനസ്സിലായോ? സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം. എനിക്കും സ്റ്റെഫിക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വലിയ അറിവും വലിയ ബുദ്ധിയും ഒന്നും വേണ്ട ഇത് മനസ്സിലാക്കാൻ. ഇത് മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ രക്ഷാകരമാകുന്ന പദ്ധതിയാണ്. ഇത് കോംപ്ലക്സ് അല്ല. അൺഫോർച്ചുനേറ്റ്ലി ആളുകൾ ഇതിനെ കോംപ്ലക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് വളരെ സിമ്പിളായിട്ട് വിശ്വസിക്കുക. സാൽവേഷൻ പദ്ധതിയെ സിമ്പിളായിട്ട് വിശ്വസിക്കുക. കോംപ്ലക്സ് ആക്കി അതിനെ നമ്മൾ ടെൻഷനാകാതെ അല്ലെങ്കിൽ അതിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകാതിരിക്കുക. വേദപുസ്തകം പഠിക്കുമ്പോൾ കേൾക്കുന്ന കേൾവിക്കാരോടൊക്കെയുള്ള എൻ്റെ അപേക്ഷ എന്ന് പറയുന്നത്, ഹാവ് എ സിമ്പിൾ അപ്രോച്ച്. ഒരു സിമ്പിളായിട്ടുള്ള അപ്രോച്ച് നിങ്ങൾ ദയവായിട്ട് ഹല്ലേലൂയ നിങ്ങൾ സ്വീകരിക്കുക. ഒരു സിമ്പിളായിട്ടുള്ള അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കുക. ഒരു കോംപ്ലക്സ് അപ്രോച്ച് അല്ല, ഒരു സിമ്പിൾ അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ബിക്കോസ് ഓഫ് സം ഇഷ്യൂസ് സ്റ്റെഫിയുടെ നെറ്റ്വർക്ക് ഡിസ്കണക്റ്റായി. അതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഐ തിങ്ക് സ്റ്റെഫി തിരിച്ചു വരികയാണെങ്കിൽ ഹല്ലേലൂയ, വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ തിങ്ക് ഷീസ് ബാക്ക്. ഹല്ലേലൂയ. ധന്യവാദ് ഈശോ. Thank you so much, Pastor. Okay. ഞാൻ പറഞ്ഞു കൺക്ലൂഡ് ചെയ്തുകൊണ്ട് I thought that you will not be able to connect back, so I was trying to conclude it. Okay, thank you so much, Pastor. So doubt എല്ലാം ക്ലിയർ ആയോ? ഞാൻ ശരിക്കും ക്ലിയർ ആയി. What I was trying to say is, നമുക്ക് എല്ലാവർക്കും ബേസിക്കലി ഇപ്പൊ നമ്മളൊരാളോട് വന്ന് ഒരു ഡൗട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ വേറൊരു നമ്മുടെ കൂട്ട് തന്നെ വേറൊരാൾക്ക് പറയുമ്പം, എസ്പെഷ്യലി ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറയുമ്പം അവർ പറയുന്നത്, ഞങ്ങളും അതേ ഇതിൽ വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് തന്നെ എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ഡിസൈഡ് ചെയ്തു, എന്തുകൊണ്ട് ദൈവം പാർഷ്യാലിറ്റി കാണിച്ചതാണ്, എന്തുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴാണ് ഈവൻ ഐ സ്റ്റാർട്ടഡ് റീഡിങ്. ഞാനും അപ്പോഴാണ് ഇതൊക്കെ റീഡ് ചെയ്തിട്ട് എനിക്കും തോന്നി, എസ്പെഷ്യലി ആ എഫിഷ്യൻസ് ഒക്കെ വായിച്ചപ്പം ബേസിക്കലി എനിക്ക് തോന്നിയത്, നമ്മൾ ഈ കണ്ടിന്യൂസ് റീഡ് ചെയ്യാതെ, അതായത് കണ്ടിന്യൂസ് ഒരു ബേസിക് ഒരു ഇത് കിട്ടാതെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒക്കെ വായിച്ച് പെട്ടെന്ന് വായിച്ചൊക്കെ പോകുന്നത് കൊണ്ടാണ് ഒരു ബേസിക് വിഷയം ഞാൻ പറയാം. ഈ സാത്താന്റെ വലിയൊരു തന്ത്രം എന്താണെന്നറിയാമോ? സാത്താന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, മോഡസ് ഓപ്പറാൻഡി എന്ന് പറയും. മോഡ് ഓഫ് ഓപ്പറേഷൻ ഏതൻ മുതൽ സാത്താൻ തുടങ്ങിയ ഒരു മെത്തേഡാണ്. എന്തോന്നറിയാമോ? സാത്താൻ ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കും. ഇങ്ങനെ തന്നെയാണോ, ഇങ്ങനെയല്ലേ? സോ ഇറ്റ്സ് എ വെപ്പൺ ഓഫ് ദ ഈവിൾ വൺ. പിശാചിന്റെ ഒരു വെപ്പണാണ്. നമ്മുടെ അടുക്കലും ആളുകൾ വന്നിട്ട് നമ്മളോട് ആദ്യം കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കൺഫ്യൂഷൻ ആക്കും. അപ്പം നമ്മളാകെ കൺഫ്യൂസ്ഡ് ആക്കും. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസിൽ പോയി. ഹീ ഈസ് റണ്ണിങ് എ മാർക്കറ്റിംഗ് ഫേം, ഒരു മാർക്കറ്റിംഗ് ഫേം ചെയ്യുന്നത്, ഈ സെയിൽസ് ഒക്കെ ചെയ്യുന്ന, മീൻസ് വലിയ വലിയ കമ്പനികളുടെ പ്രോഡക്റ്റൊക്കെ എന്താ പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ ഓഫീസിൽ പോയി. അപ്പോൾ അവൻ്റെ ഓഫീസിൽ പോയിട്ട് തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ അവൻ്റെ സ്റ്റാഫിന് വേണ്ടി അവൻ്റെ ഓഫീസിൻ്റെ ഇന്നർ ഡോറിൻ്റെ അകത്ത് ഒരു ചെറിയ ഡോറയിൽ ഇങ്ങനെ ഒരു ബാനർ, ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിരുന്നു. ഞാനത് വായിച്ചു. അപ്പോൾ അവൻ്റെ സ്റ്റാഫിനെ കൊടുക്കുന്ന ഒരു എന്താ പറയുക മോട്ടിവേഷനാണ്, ഒരു മാർക്കറ്റിംഗ് സൈക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എഴുതിയിരുന്നത്, ഇഫ് യു കനോട്ട് കൺവിൻസ് ദം, കൺഫ്യൂസ് ദം എന്നാണ് എഴുതിയിരുന്നത്. സോ വാട്ട് he is giving the suggestion to his staff, കാരണം മാർക്കറ്റിംഗിൽ അവർ, if you try to convince some of your customer, if you fail to convince them, try to confuse them. സോ ഇതുണ്ടല്ലോ, ഇത് പിശാചിൻ്റെ ഒരു സ്ട്രാറ്റജി ആയത്. എനിക്ക് വായിച്ചിട്ട് ഒത്തിരി ചിരി വന്നു. കാരണം സത്യത്തിൽ ഈ മാർക്കറ്റിംഗുകാർ ചെയ്യുന്നതാ. മാർക്കറ്റിംഗുകാർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാം? നമ്മൾ കൺഫ്യൂസ്ഡ് ആയാൽ
അവർക്കറിയാം നമ്മൾ അവരെ കേൾക്കാൻ ചെല്ലുമെന്ന്. So this is a weapon of the evil one. First they will, whoever it may be, that person who may ask you, they may confuse them. It's not their mistake. Somebody else may confuse them. See, ഞാൻ എടുക്കുന്ന അപ്രോച്ച് എന്താണെന്നറിയാം? ഞാൻ പറഞ്ഞ അപ്രോച്ച് എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞ അപ്രോച്ച് ഒരു സ്കെപ്റ്റിക്കൽ അപ്രോച്ച് അല്ല. If you have doubts about Bible, then you will have all these confusions. But I do not have doubts about Bible. I do not have, എനിക്ക് ഒരു സംശയവുമില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ദൈവം പക്ഷപാതം ഉള്ളവനാണെന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരു പ്രശ്നവുമില്ല. Because I experience the love of God, I experience that grace. Then why I should worry about the partiality of God? So ഇത് സ്കെപ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കപ്പെടുക. ദൈവം എന്താ അങ്ങനെ? എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, he was not a believer. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹം അങ്ങനെ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ദൈവം ഇല്ലെന്നുള്ളൊരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പത്രസ്ഥാപനത്തിലെ ഒരു ഉന്നതനാകുന്ന ഉദ്യോഗസ്ഥനാണ്. വൺസ് ഐ ഗോട്ട് എ ചാൻസ് ടു മീറ്റ് ഹിം. ആൻഡ് പുള്ളി എന്നോട് ചോദിച്ചു, ഞാൻ പാസ്റ്ററാന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, മോശക്കുഞ്ഞ് യേശു കർത്താവ് ജനിച്ച സമയത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ മരിക്കാൻ കാരണമായി തീർന്നില്ലേ? അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, കർത്താവ് ജനിച്ചപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചത്? ദൈവം ക്രൂവലല്ലേ? അത് ചെയ്യാൻ ശരിയാണോ അത്? അപ്പോൾ ലോജിക്കലി അത് ശരിയല്ലേ? ദൈവം ക്രൂവലായിട്ടല്ലേ കർത്താവ് തൻ്റെ മകനെ, തൻ്റെ ഏകജാതനായ പുത്രനെ രക്ഷിക്കാൻ വേണ്ടി ഒത്തിരി കുഞ്ഞുങ്ങളുടെ മരണം വന്ന് രാത്രി സംഭവിച്ചില്ലേ? അപ്പോൾ അതെന്താ സംഭവം എന്താണെന്നറിയാമോ? ദാറ്റ് പീപ്പിൾ, they do not even believe in God, they do not believe in Bible, so they always have that kind of suspicious, അല്ലേ, ഒരു സംശയത്തോടു കൂടി അവരിതിനെ എല്ലാം അപ്രോച്ച് ചെയ്യുന്നത്. ബട്ട് ഐ ഡു നോട്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഡൗട്ട്സ് ആൻഡ് സസ്പീഷ്യൻസ് അബൌട്ട് ബൈബിൾ. ഐ എം നോട്ട് സ്കെപ്റ്റിക്കൽ, ബട്ട് ഐ fully believe whatever written in Bible. വേദപുസ്തകത്തിലുള്ളതെല്ലാം ഞാൻ അക്ഷരം പ്രതി വിശ്വസിക്കുന്നു. If God said that I have predestined, it's okay for me because He is my sovereign master. I acknowledge His sovereignty. I cannot rebel against that because He is my creator. He have full freedom to decide about my life. I used to pray in that way. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ വിളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്നെ കർത്താവ് മനോഹരമായ ഒരു പാത്രമാക്കി മാറ്റി. എന്നിട്ട് കർത്താവ് എന്നെ ഷോക്കേസിൽ വെച്ചേക്കുക. എന്നിട്ട് എന്നെക്കാട്ടിലും മോശമായ പാത്രത്തെയൊക്കെ ടേബിളിൽ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്ത് പണിയാണ് ഇത്? നീ എന്നെ ഇത്ര നല്ലതാക്കിയിട്ട് എന്തിനാ ഷോക്കേസിൽ വെച്ചേക്കുന്നത്? വൈ യു ആർ നോട്ട് യൂസിങ് മീ? കർത്താവിനോട് പറഞ്ഞു, മോനെ അതെൻ്റെ പർപ്പസാ, ഇറ്റ്സ് മൈ ഡിസിഷൻ. നിന്നെ ഷോക്കേസിൽ വെക്കണോ നിന്നെ ടേബിളിൽ വെക്കണോ എന്നുള്ളത് എൻ്റെ ഡിസിഷനാണ്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഓക്കെ കർത്താവേ, I am happy with your decision because I acknowledge you as my Lord and my Master. When you accepted Him as your Lord and your Master, you are giving Him full freedom to decide about your life. That's not the partiality of God. അത് ദൈവം പാർഷ്യൽ ആയതുകൊണ്ടല്ല, മറിച്ച് ദൈവം പരമാധികാരിയാണ്, ദൈവം ക്രിയേറ്ററാണ്. The Creator is having a purpose about His creation. Each and every individual got created with a purpose. Jacob and Isha, both of them, they got created together in their mother's womb, but with two different purposes. ഞാനും ഇന്ന് ഇവിടെ നോട്ട് എഴുതിയപ്പോൾ ഞാനും പ്രീഡെസ്റ്റിനേഷന്റെ ഇപ്പുറത്തൊരു ഹൈഫൻ ഇട്ട് ഞാൻ എഴുതിയത്, പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പർപ്പസ് അറിഞ്ഞു കഴിയുമ്പോൾ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ടേം വളരെ ചെറുതായി വരും നമ്മുടെ, അല്ലെ? ആ ഒരു വേർഡ് നമ്മൾ അധികം എംഫസൈസ് ചെയ്യാതെ പോകും. നമ്മുടെ പർപ്പസ് അറിഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മളെ എന്തിനാ വേണ്ടിയാണ് കരുതിയിരിക്കുന്നത് എന്നുള്ള നമ്മുടെ പർപ്പസ് അറിഞ്ഞു കഴിയുമ്പോൾ we will not be bothered about it, especially അല്ലെങ്കിൽ ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന ആ ഒരു കൃപ, ആ ഒരു ദയ, നമ്മൾ ആ ഒരു പർപ്പസ്, നമ്മൾ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനം നമ്മൾ അധികം ഇതാവുകയും നമ്മൾ അതിൽ നിന്ന് ബോധേഡ് ആവാതെയും അത് നമ്മൾ മറന്നത് ചെറുതായി പോകും. എനിക്ക് ഇതെല്ലാം ഒന്ന് വായിച്ച് ഇന്നത്തെ ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചതാണത്. പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചെറുതാവുകയും അപ്പൊ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് വലുതാവും. നമ്മുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞത് ഇപ്പൊ ആ ഒരു അറിവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, പാസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് once you have tasted, അല്ലെ, taste and see that the Lord is good എന്നാണ് പറയുന്നത്. അപ്പം once you have tasted, ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്റെ ദൈവം ആരാണ്, എനിക്ക് എന്താണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പം വേറൊരാൾ പറയുക അത് പുളിയാ, അത് കയ്പാന്ന് പറയുമ്പോൾ ഐ നോ
ഐ നോ ഹൗ ഇറ്റ് ഇസ്. അപ്പം വേറൊരാൾ അത് പറയുമ്പം അതെനിക്ക് അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ഓർത്ത് ബോധഡാവേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി ടേസ്റ്റഡ്, ദൈവത്തെ ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ്. ഇത് ഈ ഒരു 2 കാര്യങ്ങളാണ് എനിക്ക് ഈ പ്രെഡിസ്റ്റിനേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായി മനസ്സിൽ വന്നതും എനിക്കിത് ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ദൈവം കൊണ്ടു തന്നിരിക്കുന്ന 2 കാര്യങ്ങളാണിത്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. എനിക്ക് എപ്പോഴും പാസ്റ്ററിന്റെ ഓരോ സെഷൻസ് വരുമ്പം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകാൻ കാര്യം എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ മനസ്സിലാവുന്നത് വരെ അതിനെക്കുറിച്ച് ഓരോ നമ്മൾ കാണുന്ന ആ ഒരു വ്യൂ മാറ്റിക്കൊണ്ട് തന്നെ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞു തരുകയും അതുകൊണ്ടാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി ഓരോ സെഷനും ഞാൻ വിളിക്കുന്നത്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഐ നോ ഇന്ന് 1 hour 1.5 hour കഴിഞ്ഞ് 2 hour ആയി ഈ സെഷൻ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഇനിയും അഥവാ എന്തെങ്കിലും ഒരു സബ്ജക്ട് വരുവാണെങ്കിൽ ലൈവിലോ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണോ അതോ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതാണോ എനിക്കറിയത്തില്ല. ഐ എം മോർ കംഫർട്ടബിൾ വിത്ത് യുവർ സെഷൻ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. Whenever you have any doubts, you want to call me, I am ready and I am happy to join with you. God bless you. One more thing I want to add. You were talking about purpose. Thank you. I want to explain the thing in that way. We can say that predestination is exactly God's purpose about your life. Think in that way. So the problem is solved. God bless you. Okay. Thank you so much, Pastor. ശരിക്കും ഞാൻ ഈ ഒരു സെഷൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സെഷനെ കുറിച്ച് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുവന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ കുറിച്ച് പ്രീഡിസ്റ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവം ഇങ്ങനെ എഴുതിക്കും, അമ്മയുടെ പെണ്ടാകാരമായിരിക്കുന്ന ആ സമയത്ത് ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവം നമ്മളെ അറിയുക, അല്ലെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ബിഗ് തിങ് അല്ലേ. പ്രീഡിസ്റ്റൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം അല്ലേ. ദൈവം എന്റെ അമ്മയുടെ ഉദരത്തിൽ, എന്റെ അമ്മ പോലും അറിഞ്ഞില്ല ഞാൻ ആണാകുമോ പെണ്ണാകുമോ. ആ ഒരു ടൈമിൽ ദൈവം നമ്മളെ അറിഞ്ഞു എന്ന് പറയുകയും നമ്മുടെ കാര്യങ്ങൾ പ്രീഡിസ്റ്റൻ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ഗ്രേസ് ഫോർ അസ് അല്ലേ. അത് മാത്രമല്ല, ദൈവം നമുക്ക് ഓരോ ചാൻസസ് തരുന്നുണ്ട് ലൈഫിൽ അല്ലേ. ചാൻസസ് എന്ന് പറയുമ്പോൾ ഓരോരോ പാസ്റ്റർ പറഞ്ഞപ്പം പറഞ്ഞു, ബൈബിളിൽ പറയുന്ന പോലെ ദൈവം നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും ഒരേപോലെ മഴ പെയ്യിക്കുന്നു. അതല്ലേ, എല്ലാവർക്കും ഓരോ ചാൻസസ് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ചാൻസസ് കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് അവർ ഫ്രീ വില്ല്, നമ്മുടെ വില്ലാണ്. നമ്മൾ ടേസ്റ്റ് ആൻഡ് സീ, നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് അറിയുക നമ്മുടെ ദൈവം നമുക്ക് എന്താണ്. നമ്മൾ ആ ഒരു ടേസ്റ്റ് ആൻഡ് സീ എന്ന് പറയുന്ന ആ ഒരു ഇത് ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ. എനിക്കിപ്പം കുറച്ച് ദിവസമായിട്ട് എന്നോട് പറയുന്ന ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു വാക്കാണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ആ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വയമായി ടേസ്റ്റ് ആൻഡ് സീ ചെയ്ത് നമ്മൾ സ്വയമായി രുചിച്ചറിഞ്ഞു കഴിയുമ്പോൾ, വേറെ എല്ലാം ആരെന്ത് പറഞ്ഞാലും ഒരാള് പറയുക നെല്ലിക്ക കയ്പാണ്, ഓക്കെ നെല്ലിക്ക കയ്പാണ്, പക്ഷെ എനിക്കത് മധുരമാണ്, എനിക്ക് മധുരമായി. അല്ലെങ്കിൽ ഇന്ന സാധനം മധുരമാണ്, അല്ലെങ്കിൽ ഇന്ന സാധനം കയ്പാണെന്ന് ഒരാൾ പറയുമ്പോൾ ഞാനാണ് കുടിച്ചത്, അപ്പം എനിക്കത് എങ്ങനെയാണോ അതായിരിക്കും എനിക്ക്, ആ വ്യക്തിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. സോ ഇറ്റ് ഇസ് എവ്രി വൺ പേഴ്സണൽ എന്താണ് ഒരു ഒപ്പീനിയൻ ആണ് അല്ലെ. അപ്പം ദ തിങ് ഈസ് എല്ലാം പ്രീഡിറ്റർമിൻ ചെയ്യുന്നത് എല്ലാം ദൈവത്തിന്റെ ആ ഒരു എന്താ പറയാ ഒരു പ്ലാനോടെ പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഒരു എന്താ പറയാ ഒരു ഗ്രേസ് ആണ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഗ്രേസ് ആണ്. യു ആർ ഗോയിങ് ടു ബി സേവ്ഡ്, അല്ലെങ്കിൽ നീ എന്റെ മോനാണ്, എന്റെ മോളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് ആ പ്രീഡിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ. ഈ വാക്യം പറയാതെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, കാരണം ഏറ്റവും കൂടുതൽ എന്നെ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ ധൈര്യപ്പെടുത്തിയ ഒരു വാക്കാണ്. Ephesians 1:5 In love he predestined us for adoption as son through Jesus Christ. അന്ന് കഴിഞ്ഞിട്ട് 6ാമത്തെ വാക്യം പറയുക, In Christ we have obtained all inheritance, having been predestined according to the purpose of him who work all things according to the counsel of his will. നമ്മൾ പ്രീഡിസ്റ്റൻ ചെയ്തിരിക്കുക. നമ്മൾ എന്താണ്, we are going to obtain all the inheritance, we are adopted. നമ്മൾ പ്രീഡിസ്റ്റൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ നമ്മൾ അഡോപ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ആരായിട്ട്? നമ്മൾ മക്കളായിട്ട്, ദൈവത്തിന്റെ മക്കളായിട്ട് എന്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ്. Ephesians 1:5 I just love this word.
അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പ്രീഡിറ്റംഡ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ഒരു വാക്യം വായിക്കുമ്പോൾ എന്ത് നല്ല വാക്യം അല്ലേ, നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു, അതായത് പ്രീഡിറ്റം ചെയ്തിരിക്കുന്നു, ഇന്ന വ്യക്തി എന്റെ മോനാണ്, എന്റെ മോളാണ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു എന്താ പറയാ, ഒരു പ്രൗഡ്നെസ് ആണ് അല്ലെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ് മീ ടുഡേ. ഇറ്റ് വാസ് എ ബ്ലെസ്ഡ് സെഷൻ. ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഇന്ന് കേട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കേലും ഇതൊരു അനുഗ്രഹമായി തീർന്നു, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കാവുന്ന സംശയങ്ങൾ, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോട് പറയുമ്പോൾ എങ്ങനെ പറയണം, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്നൊക്കെ പറയാൻ പറ്റുമെന്നും എന്താ പറയാ, ഐ ബിലീവ് ഇറ്റ്. And thank you so much for watching, and especially I thank Pastor for doing this session, and may God bless you all. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഒരു കാര്യമാണ്, ഓടിയതും അധ്വാനിച്ചതും ഒന്നും വെറുതെ ആവരുത്, എല്ലാം ദൈവം മഹത്വത്തിനായി തീരട്ടെ. താങ്ക് യു സോ മച്ച്. God bless you.